ശോമിശിയ ഞങ്ങൾക്ക് നേടിത്തന്ന രക്ഷയുടെ സ്വാതന്ത്ര്യവും ദൈവാനുഭവവും മറ്റുള്ളവരുമായി പങ്കുവെക്കുവാൻ ഞങ്ങളെ തിരഞ്ഞെടുത്തതിനെ ഓർത്ത് അങ്ങേക്ക് നന്ദി പറയുന്നു. ലോകമെമ്പാടുമുള്ള മിസ്സിയ കുടുംബാംഗങ്ങളെയും എല്ലാ ഉപകാരികളെയും ആത്മീയ വരങ്ങളാലും ഭൗതിക നന്മകളാലും നിറയ്ക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മിസ്സർ ടീം നയിക്കുന്ന വിവിധ കോഴ്സുകളെയും ജീവികാരണ പ്രവർത്തനങ്ങളെയും അവിടുന്ന് ആശീർവദിക്കണമേ. സഭയുടെ ഏകദൗത്യമായ സുവിശേഷ പ്രഘോഷണം ഹൃദയത്തിലേറ്റുന്ന തീഷ്ണമതികളായ ധാരാളം മിഷണറിമാരെ ഒരുക്കുവാൻ മിസ്സർ ടീമിനെ സഹായിക്കണമേ. നിത്യമിതാവും മുദ്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ അളവില്ലാതെന്നിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ അധികമായി എന്നിൽ നിറയണമേ. അത് മുട്ടോളം പോരായേ, അരയോളം പോരായേ. അത് മുട്ടോളം പോരായേ, അരയോളം പോരായേ. നീന്തിയിട്ടല്ലാതെ കടപ്പാനാകരുതേ. ഓ നീന്തിയിട്ടല്ലാതെ കടപ്പാനാകരുതേ. അളവില്ലാതെ 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 എന്നിൽ നിറയണമേ. ഓ അളവില്ലാതെ എന്നിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ അധികമായി എന്നിൽ നിറയണമേ. അടുത്തെന്നെ അറിഞ്ഞിടാൻ ആരുമെനിക്കില്ലേ, അവിടുത്തെ സാന്നിധ്യമല്ലാതെ. ആശ്രയം വെച്ചിടാൻ ആരും വേറെയില്ലേ, അവിടുത്തെ സാന്നിധ്യമല്ലാതെ. അകന്നെന്നെ മാറരുതേ, അടുത്തെന്നും വേണമേ. ആത്മാവിൻ നല്ല സഖിയേ. ഓ അകന്നെന്നെ മാറരുതേ, അടുത്തെന്നും വേണമേ. ആത്മാവിൻ നല്ല സഖിയേ. അളവില്ലാതെ 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 എന്നിൽ നിറയണമേ. അപ്പായേ അളവില്ലാതെ എന്നിൽ നിറയണമേ. യേശുവേ അളവില്ലാതെ എന്നിൽ നിറയണമേ. ആത്മാവേ അളവില്ലാതെ എന്നിൽ നിറയണമേ. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 1-ാം അധ്യായം 8-ാം വാക്യം. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ജെറുസലേമിലും യൂദയ മുഴുവനിലും സമരയായിലും ഭൂമിയുടെ അതിർത്തികൾ വരെയും നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കുകയും ചെയ്യും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമേ, അങ്ങയുടെ തിരുസാന്നിധ്യത്തിലേക്ക് മിസ്സിയോ പ്രിലിംസിന്റെ 15-ാമത്തെ ബാച്ചിന്റെ ഈ സെഷനെ സമർപ്പിക്കുന്നു. തന്നോട് ചോദിക്കുന്നവർക്ക് എത്ര അധികമായി പരിശുദ്ധാത്മാവിനെ നൽകുമെന്ന് അരുളി ചെയ്ത ഞങ്ങളുടെ സ്നേഹപിതാവേ, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് ഈ സെഷനിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവിനെ അളവില്ലാതെ നിറച്ച് ശക്തിപ്പെടുത്തണമേ.
നാളിതുവരെ കോഴ്സ് കൂടിയ എല്ലാ മക്കളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ സെഷനിൽ ജപമാല സമർപ്പിച്ച് പ്രാർത്ഥിച്ച ഡോക്ടർ ഡെൻസിയെയും ഫാമിലിയെയും നന്ദിയോടെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ പ്രോഗ്രാമിന്റെ MC ആയ ഡോക്ടർ ദിവ്യയെ സമർപ്പിക്കുന്നു. ആത്മാവിൽ നിറയ്ക്കണമേ, നയിക്കണമേ. മിസ്സിയോയുടെ രക്ഷാധികാരിയും ചിക്കാഗോ രൂപതയുടെ അധ്യക്ഷനുമായ മാർ ജോയി ആലപ്പാട്ട് പിതാവിനെയും സമാപന സന്ദേശവും ആശീർവാദവും നൽകുന്ന ബഹുമാനപ്പെട്ട സേവ്യർ മാന്ത്രെ അച്ഛനെയും അങ്ങേ തിരുസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ജീവിതം തന്നെ സുവിശേഷമാക്കിക്കൊണ്ട് സുവിശേഷമേകുന്ന മിസ്സിയോയുടെ എല്ലാമായ പ്രൊഫസർ ആലിസൂട്ടി ചേച്ചിയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു, നന്ദി പറയുന്നു. മിസ്സിയോയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാ റിസോഴ്സ് ടീം അംഗങ്ങളെയും കോർഡിനേറ്റേഴ്സിനെയും മെന്റേഴ്സിനെയും സമർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവെ നയിക്കണമേ, കൂടെ ആയിരിക്കണമേ. ഈ സെഷനിൽ പ്രൊക്ലമേഷൻ നടത്തുന്ന ജോഷി ചാക്കോയെയും ടെസ്റ്റിമണി നടത്തുന്ന ലൂസി മാത്യുവിനെയും സ്ലൈഡ് പ്രസന്റേഷൻ നടത്തുന്ന ക്ലീറ്റസ് പോളിനെയും സമർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവെ നയിക്കണമേ, സഹായിക്കണമേ. ഈശോയെ, 15ാം ബാച്ചിലെ ഓരോ അംഗത്തെയും ഒരിക്കൽ കൂടി അങ്ങേ കരങ്ങളിൽ സമർപ്പിക്കുന്നു. അങ്ങയുടെ ആത്മാവിൽ നിറച്ച് ശക്തിപ്പെടുത്തി ലോകത്തിൽ അങ്ങയുടെ സാക്ഷികളാക്കി മാറ്റണമേ. ഈശോയുടെ നാമത്തിൽ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടല്ലണമേ. ആമേൻ. ആദ്യമായിട്ട് ഞാൻ എല്ലാവരെയും ഈ മിസ്സിയോ കുടുംബത്തിലേക്ക് ഞാൻ ക്ഷണിക്കുന്നു. പ്രത്യേകമായിട്ട് ആദ്യമായി ജപമാല ചൊല്ലി നമുക്ക് ഈ ഇന്നത്തെ പ്രാർത്ഥന തുടങ്ങിയ ഡോക്ടർ ടിൻസി ആൻഡ് ഫാമിലിയോട് ഞാൻ നന്ദിയോടെ പറയുന്നു. അടുത്തതായിട്ട് നമ്മുടെ ലൈസ ഡൊമിനിക് പ്രാർത്ഥനയും നല്ലൊരു പരിശുദ്ധാത്മാവിന്റെ പാട്ട് പാടി നമ്മളെ ഈ പ്രാർത്ഥനയിലേക്ക് തുടങ്ങിയ ലൈസ ചേച്ചിയോട് നന്ദി പറയുന്നു. അതോടൊപ്പം നമ്മൾ ഈ മിസ്സിയോ ഇന്നത്തെ പരിശുദ്ധാത്മാവ് നയിക്കുന്ന നല്ല ഒരു പ്രാർത്ഥനയിലേക്ക് എല്ലാരെയും ക്ഷണിക്കുന്നു. അതോടൊപ്പം നമ്മൾ പ്രൊക്ലമേഷൻ ചെയ്യുന്ന ജോഷി ചാക്കോനെയും ടെസ്റ്റിമണി പറയാൻ പോണ ലൂസി മാത്യുവിനെയും ക്ലീറ്റസ് പോൾ പ്രത്യേകം നമ്മൾ പ്രാർത്ഥിക്കുന്നു. അതുപോലെ നമ്മുടെ ഇന്നത്തെ പരിശുദ്ധാത്മാവിന്റെ നമ്മുടെ പ്രാർത്ഥനയിൽ എല്ലാവരും നല്ല ഒരു നമ്മൾ ഇഴുകി നമ്മൾ നല്ല ഒരു പരിശുദ്ധാത്മാവിനോട് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. അതോടൊപ്പം നമ്മുടെ പ്രത്യേകമായി നമ്മുടെ പിതാവ് മാർ ജോയ് ആലപ്പാട്ട് പിതാവിനെ ക്ഷണിച്ചുകൊണ്ട് പിന്നെ നമ്മുടെ പ്രൊഫസർ ആലിസ് കുട്ടി ചേച്ചീനെയും ടോമി ചേട്ടനെയും എല്ലാ മെന്റേഴ്സിനെയും എല്ലാ പാർട്ടിസിപ്പൻസിനെയും പ്രത്യേകം ഈ പരിശുദ്ധാത്മാവിന്റെ നയിച്ച് നമ്മൾ നല്ല ഒരു പ്രസന്റേഷനും എല്ലാം കേട്ട് നമുക്ക് ഈ ആഴ്ചയിലേക്ക് പ്രവേശിക്കാം. ആദ്യമായിട്ട് ഞാൻ പ്രൊക്ലമേഷനായിട്ട് ജോഷി ചാക്കോനെ ക്ഷണിക്കുന്നു. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ദൈവം സ്നേഹമാകയാൽ ദൈവത്തിന്റെ ആന്തരികത സ്നേഹമാണ്. ഈ സ്നേഹത്തിന്റെ വ്യക്തിരൂപമാണ് പരിശുദ്ധാത്മാവ്. ഈശോയിൽ പ്രിയരെ, കഴിഞ്ഞ 5 ക്ലാസ്സുകളിലായി നാം കാണുകയുണ്ടായത് ദൈവം നമ്മെ സദാ സ്നേഹിച്ചുകൊണ്ടേയിരിക്കുന്നുവെന്നും ഈ സ്നേഹം അനുഭവിക്കാൻ നമ്മുടെ പാപാവസ്ഥ തടസ്സമായി നിൽക്കുന്നുവെന്നും ദൈവോത്തരനായ യേശു ക്രിസ്തു മാനവരാശിയുടെ സകല പാപകടങ്ങളും ഏറ്റെടുത്തുകൊണ്ട് കുരിശിൽ മരിച്ച് ഉദ്ധാനം ചെയ്ത് നമുക്ക് രക്ഷ വീണ്ടെടുത്ത് തന്നുവെന്നും ഈ രക്ഷ സ്വന്തമാക്കുവാൻ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് മാനസാന്തരപ്പെടണമെന്നുമാണ് നമ്മൾ ഇതുവരെ കാണുകയുണ്ടായത്. വിശ്വസിച്ച് മാനസാന്തരപ്പെട്ട് യേശു ക്രിസ്തുവിന് ജീവിതം സമർപ്പിക്കുന്നവർക്ക് സ്വർഗം വെച്ച് നീട്ടുന്ന സമ്മാനമാണ് പരിശുദ്ധാത്മാവ്. ഈ പരിശുദ്ധാത്മാവ് നമ്മെ ആദിമാതാപിതാക്കൾ അനുഭവിച്ച പറുദീസ അനുഭവം സ്വന്തമാക്കുവാൻ നമ്മെ സഹായിക്കുന്നു. പരിശുദ്ധാത്മാവ് പരിശുദ്ധ ത്രിത്വത്തിലെ 3ാമത്തെ ആളാണ്. പിതാവിനും പുത്രനുമൊപ്പം സത്തയിലും പ്രകൃതിയിലും സാരാംശത്തിലും തുല്യനായ ദൈവമാണ് പരിശുദ്ധാത്മാവ്. രക്ഷാകര ചരിത്രത്തിൽ പരിശുദ്ധാത്മാവിന്റെ നിർണായകമായ സ്ഥാനം വിശുദ്ധ ഗ്രന്ഥം സവിശേഷമായി ഊന്നി പറയുന്നുണ്ട്.
രൂപരഹിതവും ശൂന്യവുമായ അനാദിയിലെ ആഴങ്ങൾക്ക് മീതെ ചലിച്ചുകൊണ്ടിരുന്ന ദൈവാത്മാവാണ് സകല സൃഷ്ടികർമ്മത്തിന്റെയും പിന്നിൽ പ്രവർത്തിച്ചതെന്ന് ഉൽപ്പത്തി ഗ്രന്ഥം 1:2 സാക്ഷ്യപ്പെടുത്തുന്നു. പിതാവും വചനവും അരൂപിയും ചേർന്ന് നടത്തുന്ന രക്ഷാപദ്ധതി യുഗങ്ങളുടെ പൂർണ്ണത വരെ ഗലാത്യ 4:4 നമ്മളിത് കാണുന്നത്. മനുഷ്യബുദ്ധിക്ക് മുന്നിൽ പരിശുദ്ധാത്മാവ്. ബൈബിൾ ദൈവനിവേശിതമായ ഗ്രന്ഥകാരന്മാരിലൂടെ രചിച്ചതും ക്രോഡീകരിച്ചതും പരിശുദ്ധാത്മാവാണ്. മനുഷ്യനിൽ ജീവശ്വാസമായി പ്രവേശിച്ച പരിശുദ്ധാരൂപി അവന് ദൈവികമായ ഛായയും സാദൃശ്യവും നൽകി. അബ്രഹാം മുതൽ പൂർവികരോടുള്ള ദൈവത്തിന്റെ വാഗ്ദാനം നിറവേറ്റിയത് പരിശുദ്ധാത്മാവാണ്. അതുപോലെ പ്രവാചകന്മാരിലൂടെ ദൈവജനത്തിന് ദൈവത്തിന്റെ സന്ദേശം നൽകിയതും പരിശുദ്ധാത്മാവാണ്. അങ്ങനെ രക്ഷാകര ചരിത്രത്തിലുടനീളം അവിടുത്തെ നിറഞ്ഞ സാന്നിധ്യമുണ്ടായിരുന്നു. ബൈബിളിൽ പുതിയ നിയമത്തിൽ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയായും ശക്തിയായും സഹായകനായും പ്രവർത്തിച്ചത് നിരവധി വചനങ്ങളിലൂടെ കാണുന്നുണ്ട്. ലൂക്ക 4:14 കാണുന്നു, യേശു ആത്മാവിന്റെ ശക്തിയോടുകൂടി ഗലീലയിലേക്ക് മടങ്ങിപ്പോയി. യോഹന്നാന്റെ സുവിശേഷം 16:7 ഇങ്ങനെ കാണുന്നു, ഞാൻ പോകുന്നില്ലെങ്കിൽ സഹായകൻ നിങ്ങളുടെ അടുക്കിലേക്ക് വരികയില്ല. ഇവിടെ ഈശോ പരിശുദ്ധാത്മാവിനെ അഭിസംബോധന ചെയ്യുന്നത് സഹായകൻ എന്നാണ്. തുടർന്ന് 16:8 കാണുന്നു, അവിടുന്ന് വരുമ്പോൾ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തെ ബോധ്യപ്പെടുത്തും. എന്ന് വെച്ചാൽ സകല കാര്യങ്ങളും അവൻ നമുക്ക് ബോധ്യപ്പെടുത്തി തരും. നമ്മുടെ മുൻകാലങ്ങളെ സുഖപ്പെടുത്തുന്നവനാണ് പരിശുദ്ധാത്മാവ്. നമ്മുടെ ഇന്നിനെ അവിടുന്ന് നയിക്കുന്നവനാണ്. നമ്മുടെ നാളെ നിത്യതയിലേക്ക് നയിക്കുന്നവനാണ് പരിശുദ്ധാത്മാവ്. നമ്മളെ വ്യക്തിപരമായും കുടുംബത്തിലും സമൂഹത്തിലുമെല്ലാം നാം അവിടത്തോട് കൂട്ടിച്ചേർന്ന് നിന്നാൽ അവിടുന്ന് നമ്മളെ ഗൈഡ് ചെയ്യുന്നവനാണ്. യോഹന്നാന്റെ സുവിശേഷം 16:13 സത്യാത്മാവ് വരുമ്പോൾ നിങ്ങളെ സത്യത്തിന്റെ പൂർണ്ണതയിലേക്ക് നയിക്കും. ഏതാണ് ഈ സത്യത്തിന്റെ പൂർണ്ണത? മത്തായി 5:48 നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണനായിരിക്കുവിൻ എന്ന് പറഞ്ഞ ആ പൂർണ്ണതയിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മെ നയിക്കും. കാരണം അവിടുന്ന് നിങ്ങളോടൊപ്പം വസിക്കുന്നു, നിങ്ങളിൽ ആയിരിക്കുകയും ചെയ്യും. ഇത് യോഹന്നാന്റെ സുവിശേഷം 14:17 ആദ്യ ഭാഗമാണ്. യോഹന്നാന്റെ സുവിശേഷം 14:26 എന്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചിട്ടുള്ളതെല്ലാം നിങ്ങളെ ഓർമ്മിപ്പിക്കുകയും ചെയ്യും. ഈശോ പരസ്യ ജീവിതകാലത്ത് മാനവകുലത്തോട് എന്തൊക്കെയാണോ പറഞ്ഞത്, എങ്ങനെയൊക്കെ ജീവിക്കണമെന്നാണ് ആഹ്വാനം ചെയ്തത്, അതെല്ലാം ഈ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർമ്മപ്പെടുത്തി തന്നുകൊണ്ടേയിരിക്കും. ഈശോ തന്റെ ഇഹലോക ജീവിതത്തിൽ പ്രത്യേകമായി നമ്മളോട് പറഞ്ഞത്, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുമെന്നല്ല. ആ പരിശുദ്ധാത്മാവ് പരസ്പരം സ്നേഹിക്കാൻ പഠിപ്പിക്കുന്നവനാണ്. പിന്നീട് ഉദ്ധാനം ചെയ്ത ഈശോ അവർക്ക് പ്രത്യക്ഷപ്പെട്ട് അവിടുന്ന് അവരുടെ മേൽ വിശ്വസിച്ചുകൊണ്ട് അവരോട് പറഞ്ഞു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കും. യോഹന്നാന്റെ സുവിശേഷം 20:22 നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ കണ്ട ആദി മനുഷ്യനെ പരിശുദ്ധാരൂപി ആദി മാതാപിതാക്കൾ അവരുടെ മേൽ വിശ്വസിച്ചുകൊണ്ട് ഈശോ അവരെ ക്ഷണിക്കുകയാണ്, അല്ലെങ്കിൽ വാഗ്ദാനം ചെയ്യുകയാണ്. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 1-ാം അധ്യായം 4, 5, 8 തിരുവചനങ്ങളിൽ എന്നിൽ നിന്ന് കേട്ട പിതാവിന്റെ വാഗ്ദാനം കാത്തിരിക്കുവിൻ. എന്തെന്നാൽ യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം നൽകി, നിങ്ങളാകട്ടെ ഏറെ താമസിയാതെ പരിശുദ്ധാത്മാവിനാൽ സ്നാനമേൽക്കും. എന്റെ പിതാവിൽ നിന്ന് കേട്ട വാഗ്ദാനം അത് ജോവേൽ 2:28 അന്ന് ഇങ്ങനെ സംഭവിക്കും, എല്ലാവരുടെയും മേൽ എന്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. ഈ ആത്മാവ് സകലർക്കും വേണ്ടിയുള്ളതാണെന്ന് പിതാവ് ഈ വചനത്തിലൂടെ വാഗ്ദാനം ചെയ്യുകയാണ്. തുടർന്ന് അപ്പോസ്തല പ്രവർത്തനങ്ങൾ 1:8 പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ജെറൂസലേമിലും യൂദയ മുഴുവനിലും സമറിയായിലും ഭൂമിയുടെ അതിർത്തികൾ വരെയും നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കുകയും ചെയ്യും. യോഹന്നാന്റെ സുവിശേഷം 14:16 ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോട് കൂടെ ആയിരിക്കാൻ മറ്റൊരു സഹായകനെ നിങ്ങൾക്ക് അവിടുന്ന് തരികയും ചെയ്യും. അപ്പോൾ ഈ കണ്ട വാഗ്ദാനങ്ങളുടെ എല്ലാം പൂർത്തീകരണമാണ് നമ്മൾ പെന്തക്കോസ്തായിൽ കണ്ടത്, അല്ലെങ്കിൽ പെന്തക്കോസ്തായിൽ സംഭവിച്ചത്.
സ്ലീഹന്മാരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ പൂരിതരായി. ഒപ്പം ഈശോയുടെ തുടർച്ചയായ തിരുസഭയ്ക്ക് ആരംഭം കുറിക്കപ്പെടുകയും ചെയ്തു. പിന്നീട് നാം കാണുന്നു ആദിമ ക്രൈസ്തവ സമൂഹത്തില് പരിശുദ്ധാത്മാവ് നിറഞ്ഞ നിരവധി സംഭവങ്ങൾ അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 2:37-38. പത്രോസിന്റെ പ്രസംഗം കേട്ടപ്പോൾ അവർ ഹൃദയം നുറുങ്ങി. പത്രോസിനോടും മറ്റ് സ്ലീഹന്മാരോടും ചോദിച്ചു, സഹോദരന്മാരെ, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ അവര് പത്രോസിന്റെ പ്രസംഗം കേട്ടപ്പോൾ അവരുടെ ഹൃദയം നുറുങ്ങിക്കൊണ്ട് അവർ ചോദിക്കുകയാണ്, സഹോദരന്മാരെ, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ പത്രോസ് പറഞ്ഞു, നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ, പാപമോചനത്തിനായി എല്ലാവരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുവിൻ, അപ്പോൾ പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും. തുടർന്ന് കൊർണേലിയോസിന്റെയും കൂട്ടരുടെയും മേലെ ആത്മാവ് വന്നത് അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ 10:44 നാം കാണുന്നത്. പത്രോസ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കെ തന്നെ എല്ലാവരുടെയും, അവിടെ കേട്ടുകൊണ്ടിരുന്ന എല്ലാവരുടെയും മേൽ പരിശുദ്ധാത്മാവ് വന്നു. അത് വിജാതിയുടെ മേൽ പോലും ആത്മാവ് വന്നു. അപ്പോൾ പരിശുദ്ധാത്മാവ് നമുക്ക് ഇന്ന വ്യക്തിക്കേ ഉള്ളൂ, അല്ലെങ്കിൽ സ്വയം ജാതിക്ക് മാത്രമേ ഉള്ളൂ, അല്ല, അങ്ങനെയൊന്നുമില്ല. സകലരുടെ മേല് ആത്മാവ് വർഷിക്കപ്പെടും. അതാണ് പിതാവിന്റെ വാഗ്ദാനമല്ലോ. പിന്നീട് ഈ ആത്മാവിനെ പറ്റി കൊറിന്ത്യക്കാർക്ക് പൗലോസ്ലീഹ പറഞ്ഞു കൊടുക്കുന്നത് ഇങ്ങനെയാണ്. 2 കൊറിന്ത്യസ് 1:21-22. ഞങ്ങളെ നിങ്ങളോട് കൂടെ ക്രിസ്തുവിൽ സ്ഥാപിച്ചിരിക്കുന്നതും അഭിഷേകം ചെയ്തിരിക്കുന്നതും ദൈവമാണ്. അവിടുന്ന് നമ്മിൽ തന്റെ മുദ്ര പതിക്കുകയും അച്ചാരമായിട്ട് തന്റെ ആത്മാവിനെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് പകരുകയും ചെയ്തിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ദിനങ്ങളിലെ ക്ലാസ്സുകളിലൂടെയൊക്കെ ഈ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ ഇപ്പോൾ നമ്മളിവിടെ ഒരുങ്ങിയിരിക്കുകയാണ്. കാരണം തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, തന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാവാൻ അവൻ കഴിവ് നൽകി. യോഹന്നാൻ 1:12 അത്. നമ്മൾ മാമോദീസായിലൂടെ നമുക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടിക്കഴിഞ്ഞതാണ്. എന്നാൽ യോഹന്നാൻ 10:10 ആ ജീവന്റെ സമൃദ്ധിയില്ലേ, ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവൻ ഉണ്ടാകുവാനും അത് സമൃദ്ധമായി ഉണ്ടാകുവാനുമാണെന്ന്. ആ ഒരു അഭിഷേകം ഇന്ന് നമുക്ക് നമ്മളെ ഉജ്ജ്വലിപ്പിക്കുവാൻ, നമ്മളിൽ നിന്ന് പ്രജ്വലിക്കപ്പെടുവാനായിട്ട് ഈ ആത്മാവിൻ അവസരമാണ് ഇപ്പോൾ നമുക്ക് കൈവന്നിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലും ആത്മാവിന്റെ ഈ പകർച്ച, ജീവന്റെ സമൃദ്ധി പ്രകടമാകുവാൻ ഈ ആഴ്ചയിൽ നമുക്ക് സബ് ഗ്രൂപ്പുകളിലൂടെയൊക്കെ അതിനുള്ള അവസരങ്ങളാണ് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് പശ്ചാത്താപ ഹൃദയത്തോടെ, നമ്മൾ കൊതിയോടെ ആഗ്രഹിച്ചുകൊണ്ട്, നമ്മൾ കൂടുതൽ വിശ്വാസത്തോടെ പരിശുദ്ധാത്മാവിനെ നമുക്ക് ചോദിച്ചു വാങ്ങാം. ഈ ആത്മാവിന്റെ വരവിനായി നമുക്ക് കാത്തിരിക്കാം. യോഹന്നാന്റെ സുവിശേഷം 7:37 ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവനെ എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ എന്ന്. 38 ഇങ്ങനെയാണ്, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഹൃദയത്തിൽ നിന്ന് ജീവജലത്തിന്റെ അരുവികൾ ഒഴുകും. പെന്തക്കുസ്ത വരെ സ്ലീഹന്മാർക്ക് ഒന്നും അറിയാൻ സാധിച്ചിരുന്നില്ല. അവര് ഈശോയുടെ കൂടെ 3 വർഷക്കാലം നടന്നാണ്. ഈശോ സർവ്വതും അവർക്ക് പറഞ്ഞു കൊടുത്താണ്. പക്ഷെ അവർക്കൊന്നും പലതും കാര്യങ്ങൾ പിടുത്തം കിട്ടിയില്ല, മനസ്സിലായില്ല. എന്നാൽ പരിശുദ്ധാത്മാവ് അവരുടെ മേലെ വന്നു കഴിഞ്ഞപ്പോൾ അവർ രൂപാന്തരം പ്രാപിച്ചു. അവർ പുതിയ വ്യക്തികളായിട്ട് മാറി, അവർ ധീരരായിട്ട് മാറി. അങ്ങനെ അവർ ഈശോയ്ക്ക് സാക്ഷ്യം വഹിച്ചു. അതുപോലെ നമ്മളും ഈ പരിശുദ്ധാത്മാവ് വന്ന് നിറയുമ്പോൾ പൂർണ്ണമായിട്ടും നമ്മൾ രൂപാന്തരപ്പെടും. നമ്മൾ മറ്റൊരു പുതിയ മനുഷ്യനായി തീരും. നമ്മൾ ഈശോയ്ക്ക് വേണ്ടി സാക്ഷികളായി നമ്മൾ മാറും. അതുകൊണ്ട് അതുവഴി വിശ്വാസം പ്രകടിപ്പിക്കാനും വളർത്താനും പൂർത്തിയാക്കാനും ഈ ആത്മാവ് തന്നെ നമ്മളെ സഹായിക്കും. ദൈവം അനുഗ്രഹിക്കട്ടെ. ഒത്തിരി നന്ദിയോടെ ജോഷി ചാക്കോയുടെ പരിശുദ്ധാത്മാവിനെ കുറിച്ച് നല്ല ഒരു പ്രൊക്ലമേഷൻ പറഞ്ഞതിന്, പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണെന്നും ഒരു ശക്തിയാണെന്നും ഒരു സഹായകനാണെന്നും എല്ലാം പറഞ്ഞു തന്നതിന് പ്രത്യേക നന്ദി രേഖപ്പെടുത്തുന്നു. അടുത്തതായിട്ട് നമ്മൾ ആദ്യം നമ്മുടെ പിതാവിനെ, ജോയ് പിതാവ് നമ്മളോടൊപ്പം ഉണ്ട്. ഹാർദമായി ക്ഷണിക്കുന്നു പിതാവിനെ. ഹലോ, ഞാനൊരു യാത്രയിലാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ മൂടി പതച്ചൊക്കെ ഇരിക്കണത്. നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എനിക്ക് ഈ സെഷനില് ഒട്ടും തന്നെ വരാനായിട്ട് കഴിഞ്ഞില്ലായിരുന്നു. അതുകൊണ്ട് ടോമിച്ചൻ എന്നെ വിളിച്ച് 2-3 പ്രാവശ്യമൊക്കെ പറഞ്ഞെങ്കിലും എനിക്ക് ഈ ശനിയാഴ്ച ദിവസങ്ങളിലാണ് എല്ലാ യാത്രകളും എല്ലാ പരിപാടികളും വരണത്.
അതുകൊണ്ട് എനിക്ക് വരാൻ പറ്റിയില്ല. സോറി. നിങ്ങളെ എല്ലാവരെയും കാണാൻ കഴിഞ്ഞില്ല. ഏതായാലും നിങ്ങളുടെ ഈ സെഷൻ വളരെ നന്നായിട്ട് പുരോഗമിക്കുന്നു എന്ന് അറിയുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇത്രയും പേര് ഇതിനകത്ത് വന്ന് പങ്കെടുക്കുകയും നിങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയും പഠിക്കുകയും ചെയ്യുന്നത് നിങ്ങളുടെ ക്രൈസ്തവ വിശ്വാസത്തിന് ഒരു വലിയ ശക്തിയായിട്ട് മാറും. അത് നിങ്ങളെ വളരെയധികം സഹായിക്കും എന്ന് പൂർണ്ണമായിട്ട് ഞാൻ വിശ്വസിക്കുകയാണ്. നിങ്ങളെ ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇന്ന് പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള പഠനമാണെന്ന് ഞാൻ മനസ്സിലാക്കണം. നമുക്ക് ഇതേവരെ നമ്മൾ കേട്ട ക്ലാസ്സുകളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്തുമാത്രം പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം നമ്മെ ഒരു യഥാർത്ഥ ക്രൈസ്തവരാക്കി നിലനിർത്തുന്നതില് നമ്മെ സഹായിക്കുന്നു എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് ഇതിനകം. കർത്താവ് നമുക്ക് നൽകിയ 3 പ്രധാനപ്പെട്ട സമ്മാനങ്ങളാണ്. ഒന്ന്, വിശുദ്ധ കുർബാന. വിശുദ്ധ കുർബാനയില് ഈശോയെ തന്നെ നമുക്ക് ഒരു വലിയ സമ്മാനമായിട്ട് മാനവരാശിക്ക് കർത്താവ് നൽകിയതാണ്. ഇത് എൻ്റെ ശരീരമാകുന്നു, ഇത് എൻ്റെ രക്തമാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവിടുന്ന് തന്നെ നമുക്ക് നൽകുകയാണ് ചെയ്തത്. അതാണ് ഏറ്റവും വിശിഷ്ടമായ ഒരു സമ്മാനമായിട്ട് നമുക്ക് നൽകിയിട്ടുള്ളത്. ഒരു ക്രൈസ്തവനെ സംബന്ധിച്ച് യൂക്കറിസ്റ്റ്, വിശുദ്ധ കുർബാനയിലാണ് അവന്റെ ജീവിതം അധിഷ്ഠിതമായിരിക്കുന്നത്. അതിൽ അടിത്തറ പാകിയിരിക്കുന്നത് വിശുദ്ധ കുർബാനയാണ്. പിന്നെ രണ്ടാമത് കർത്താവ് നമുക്ക് നൽകിയിട്ടുള്ള ഒരു വലിയ സമ്മാനമാണ് സ്വർഗത്തിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് അവരോട് പറഞ്ഞു, ഞാൻ നിങ്ങളിൽ നിന്ന് അകന്നു പോകുന്നു എന്നുള്ളത് അവർക്ക് മനസ്സിലാക്കി കൊടുത്തപ്പോൾ ശിഷ്യന്മാർക്ക് വലിയ സങ്കടമായി. അപ്പൊ അവരുടെ മനോഭാവം മനസ്സിലാക്കിയ ഈശോ അവരോട് പറഞ്ഞു, ഐ പ്രോമിസ് യു എ ഗിഫ്റ്റ്, ഞാൻ നിങ്ങൾക്കൊരു വാഗ്ദാനം തരുന്നു എന്ന് പറഞ്ഞുകൊണ്ട്, ഒരു സഹായകനെ ഞാൻ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈശോ അവരെ സമാശ്വസിപ്പിച്ചത്. അത് എൻ്റെ ആ സമ്മാനം അവിടേക്ക് കൊടുത്തത് പെന്തക്കോസ്താ ദിവസം പരിശുദ്ധാത്മാവ് പ്രത്യേകമായ വിധത്തില് അവരിൽ വരികയും അന്നേ വരെ വളരെ ഭയചകിതരും ഒരു നാണം കുണുങ്ങികളുമൊക്കെ ആയിട്ട് കഴിഞ്ഞിരുന്ന ആ അപ്പസ്തോലന്മാർക്ക് വലിയ ഒരു ശക്തി അതിലൂടെ ലഭിക്കുകയും അവര് ലോകം കീഴ്മേൽ മറിക്കാൻ തക്ക വിധമുള്ള ഒരു ശക്തിയായിട്ട് അവര് മാറുകയും ചെയ്തത് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം വഴിയായിട്ടാണ്. അത് അവരിലുണ്ടാക്കിയ മാറ്റമാണ് ഈ സഭയ്ക്ക് രൂപം കൊടുത്തതും ഇന്നും സഭ നിലനിൽക്കുന്നതിന്റെ അടിസ്ഥാന പ്രമാണം പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനമാണ്. ഇപ്പൊ ദൈവരാജ്യം പ്രസംഗിച്ചുകൊണ്ടാണ് ഈശോ തന്റെ ജീവിതം ആരംഭിച്ചത് തന്നെ. ഇതാ ദൈവരാജ്യം സമാഗതമായിരിക്കുന്നു, നിങ്ങൾ പശ്ചാത്തപിക്കുവേൻ, സുവിശേഷത്തിൽ വിശ്വസിക്കുവേൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈശോ തുടങ്ങിയത്. ആ ദൈവരാജ്യത്തിന്റെ പൂർത്തീകരണത്തിന് ഈശോ തന്നിരിക്കുന്ന ഒരു അച്ചാരമാണ്, ഒരു വാഗ്ദാനമാണ് പരിശുദ്ധാത്മാവ്. അപ്പൊ പരിശുദ്ധാത്മാവിലുള്ള സന്തോഷമാണ് ഈ ദൈവരാജ്യം എന്നുള്ളത് ചുരുക്കത്തില് നാം മനസ്സിലാക്കുന്നു. അപ്പൊ ആ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു കഴിയുമ്പോൾ നമ്മൾക്ക് ഒരു അജയ്യമായ ഒരു ശക്തിവിശേഷം നമ്മളിൽ പ്രകടമാണ്. അതിന്റെ ശക്തിയിലാണ് ഈ വിശുദ്ധാത്മാക്കളൊക്കെ വളരെയധികം അത്ഭുതങ്ങള് പ്രവർത്തിക്കുവാനായിട്ട് അവർക്ക് സാധിച്ചിട്ടുള്ളത്. അവരുടെ ജീവിതത്തിൽ തന്നെ വളരെയധികം വിസ്മയകരമായ കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് അവരെ പ്രാപ്തരാക്കിയത് ഈ പരിശുദ്ധാത്മാവിന്റെ പ്രത്യേകമായ ശക്തിയാണ്. അപ്പൊ നമ്മെ ഈ അസാധാരണമായ ഒരു ജീവിതാവസ്ഥയിലേക്ക് ഉയർത്താൻ കഴിയുന്നത് നമ്മിൽ പ്രവർത്തിക്കുന്ന പരിശുദ്ധാത്മാവാണ്. ഈ അടുത്ത കാലഘട്ടങ്ങളിലാണ് ഈ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തിന് ഇത്രയും വിലയുണ്ടെന്നും ഇത്രയും പ്രസക്തി ഉണ്ടെന്നും നമ്മുടെ കത്തോലിക്ക സർക്കിളില് നമ്മൾ മനസ്സിലാക്കുവാൻ തുടങ്ങിയത്. അപ്പോ അതിന്റെ പ്രതിഫലനമായിട്ട് വളരെയധികം പ്രസ്ഥാനങ്ങള് ഉടലെടുക്കാൻ ഇടയായിട്ടുണ്ട്. നമ്മുടെ സഭയ്ക്ക് ഒരു വലിയ ജീവൻ പ്രദാനം ചെയ്യാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഒരുപാട് ധ്യാന സംരംഭങ്ങള് ഉണ്ടായിട്ടുണ്ട്. കൂടാതെ പല ചാരിറ്റി പ്രസ്ഥാനങ്ങള് ഉപവി പ്രവർത്തനങ്ങൾക്കൊക്കെ വളരെയധികം പ്രചോദനം നൽകിയിട്ടുള്ളതൊക്കെ
ഈ പരിശുദ്ധാത്മാവിന്റെ പ്രേരണയിലാണ്. അപ്പൊ ഇന്നും സഭ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന പ്രധാന ഘടകം നമ്മളിൽ പ്രവർത്തിക്കുന്ന പരിശുദ്ധാത്മാവാണ്. അപ്പൊ ആ പരിശുദ്ധാത്മാവ് നമ്മളിൽ നിന്ന് അകന്നു പോകാതിരിക്കാനും ആ പരിശുദ്ധാത്മാവിനോട് പ്രത്യേകമായ വിധത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് അവിടുത്തെ ദാനങ്ങളും വരങ്ങളും നമ്മളിൽ സമൃദ്ധമായി പ്രവർത്തിക്കുവാനും ഇടയാകട്ടെ. നിങ്ങൾക്ക് ഈ ക്ലാസ് വഴിയായിട്ട് അത് കൂടുതൽ സാധിക്കും. നമ്മൾ നിക്ഷിപ്തമായിരിക്കുന്ന സുവിശേഷ പ്രഘോഷണത്തിന് ഈ പരിശുദ്ധാത്മാവിന്റെ സഹായം വളരെ ആവശ്യമാണ്. ആ പരിശുദ്ധാത്മാവിന്റെ പ്രേരണയിലാണ് അപ്പസ്തോലന്മാര് ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിലും പോവുകയും ഈ സഭയ്ക്ക് രൂപം കൊടുക്കുകയും ചെയ്തിട്ടുള്ളത്. അപ്പൊ അങ്ങേ ആത്മാവിനെ അയക്കുക, എല്ലാം പുതുക്കപ്പെടും എന്ന് നാം പ്രാർത്ഥിക്കുന്നത് അതുകൊണ്ടാണ്. അപ്പൊ പരിശുദ്ധാത്മാവാണ് ആ നവീകരണത്തിന്റെ പുതുക്കലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അമ്മയില് പ്രവർത്തിച്ചത് പരിശുദ്ധാത്മാവാണ്. വിശുദ്ധാത്മാക്കളിലൊക്കെ പ്രവർത്തിച്ചത്, അപ്പസ്തോലന്മാരിൽ പ്രവർത്തിച്ചത്, ഇന്നും സഭയിലെ നേതാക്കളിലും എല്ലാവരിലും തന്നെ, മാർപ്പാപ്പയിലാണെങ്കിലും മെത്രാന്മാരിലൂടെയാണെങ്കിലും വൈദികരിലൂടെയും സന്യാസ സഭകളിലൂടെയും ഒക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പരിശുദ്ധാത്മാവാണ്. ആ ആത്മാവിനെ മുറുകെ പിടിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ കൂടുതൽ ശക്തിയുള്ളതാക്കാനായിട്ട് നിങ്ങൾക്ക് ഈ ക്ലാസ്സുകൾ സഹായിക്കും എന്ന് ഞാൻ ന്യായമായിട്ട് വിശ്വസിക്കുന്നു. അതിനെക്കുറിച്ച് കൂടുതൽ നിങ്ങൾ പഠിക്കുകയും കൂടുതൽ പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിന് നിങ്ങൾക്ക് എല്ലാവർക്കും കൃപ ലഭിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് ഒരു ആശീർവാദം തരാം. കർത്താവായ ദൈവമേ, ഈ ദിവസം ഈ സൂമിലൂടെ ഞങ്ങൾക്ക് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായിരുന്നു കൊണ്ട് ഒരുമിച്ച് വരുവാനും പരിശുദ്ധാത്മാവിനെ കുറിച്ച് കേൾക്കുവാനും പഠിക്കുവാനും ഞങ്ങൾക്ക് അവസരം ലഭിച്ചതിന് ഞങ്ങൾ അങ്ങയുടെ നന്ദി പറയുന്നു. ഈ കരിക്മയുടെ ഈ ക്ലാസ്സുകളിലൂടെ തങ്ങളുടെ ജീവിതത്തെ മെച്ചപ്പെടുത്തുവാനായിട്ട് ആഗ്രഹിക്കുന്ന എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. അവരുടെ ആഗ്രഹങ്ങളെ അവിടുന്ന് വിശദീകരിക്കണമേ, സഫലീകരിക്കണമേ. ആവശ്യമായ ബുദ്ധിശക്തിയും വിവേകവും വിജ്ഞാനവും വിശുദ്ധിയും ആരോഗ്യവും നൽകി ഞങ്ങളെ കാത്തുകൊള്ളുകയും ചെയ്യണമേ. ഞങ്ങളുടെ അമ്മയായ പരിശുദ്ധ മറിയമ്മേ, മാർയോസേ പിതാവേ, വാഴ്ത്തപ്പെട്ടവരെ, വിശുദ്ധാത്മാക്കളെ, മാലാഖമാരെ ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കുകയും ചെയ്യണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും. ആമേൻ. ആമേൻ. ഒത്തിരി സന്തോഷം പിതാവേ. താങ്ക് യു പിതാവേ. ഞാനൊരു യാത്രയിലാണ്, ഞാൻ കാറിൽ ഇരുന്നു കൊണ്ടാണ് ഇപ്പൊ ഇന്ന് പറയണത് തന്നെ. ഒത്തിരി നന്ദിയുണ്ട് പിതാവേ, വന്ന് ഞങ്ങളുടെ കൂടെ മിസിയോ ഫാമിലിയിൽ ഞങ്ങളുടെ കൂടെ വന്ന് ചേരാനും ഇത്രയും തിരക്കിന്റെ ഇടയ്ക്ക് വരാൻ പറ്റിയത് ഓർത്ത് ഞങ്ങൾക്ക് പ്രേയേഴ്സും ബ്ലെസ്സിങ്ങും ഒക്കെ കൊടുത്തതിന് നന്ദി പിതാവേ. താങ്ക് യു കേട്ടോ. അപ്പൊ എല്ലാവരും സുഖമായിട്ട് ഇരിക്കുക. ക്ലാസ്സുകളൊക്കെ നന്നായി പോട്ടെ കേട്ടോ. താങ്ക് യു പിതാവേ. ശരി. അടുത്തതായിട്ട് നമ്മൾ ടെസ്റ്റ് മണിക്കായി ലൂസി മാത്യുവിനെ ക്ഷണിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിന് എന്നും എപ്പോഴും മഹത്വം ഉണ്ടാകട്ടെ. ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോടുകൂടി ആയിരിക്കാൻ മറ്റൊരു സഹായകനെ അവിടുന്ന് നിങ്ങൾക്ക് തരികയും ചെയ്യും. യോഹന്നാൻ 14:16. എൻ്റെ പേര് ലൂസി. ഞാൻ മിസിയോ പ്രിലിംസിന്റെ 14ാമത്തെ ബാച്ചിലെ ഒരംഗമായിരുന്നു. ഇന്ന് ഈ 15ാമത്തെ ബാച്ചിലും കണ്ടിന്യൂ ചെയ്യുവാൻ ദൈവം എനിക്ക് അനുമതി നൽകി. അങ്ങനെ തുടരുന്നു. എനിക്ക് ഭർത്താവും 2 ആൺമക്കളും ഒരു മകളും ഒരു മരുമകളുമുണ്ട്. ഞാൻ ഒരു നേഴ്സാണ്. ഞങ്ങൾ എല്ലാവരും കുടുംബമായി അമേരിക്കയിലെ ടെക്സസിലെ ഹ്യൂസ്റ്റണിൽ താമസിക്കുന്നു. ഞാൻ ജനിച്ചത് ഒരു സാധാരണ കത്തോലിക്ക കുടുംബത്തിലാണ്. ഞങ്ങളെ 8 മക്കളിൽ 5ാമത്തെ ആളായിട്ടാണ് ഞാൻ ജനിച്ചത്. എൻ്റെ മാതാപിതാക്കൾ അടിയുറച്ച ദൈവവിശ്വാസമുള്ളവരായിരുന്നതുകൊണ്ട് മക്കളെ ശരിയായ ദൈവവിശ്വാസത്തിൽ വളർത്തുന്നതിൽ അവർ വളരെ ശ്രദ്ധാലുക്കളായിരുന്നു. ചെറുപ്പത്തിൽ ഒരുപാട് വിശുദ്ധരുടെ ജീവചരിത്ര പുസ്തകങ്ങൾ വായിച്ചതുകൊണ്ടും പല ക്രിസ്തീയ പ്രസിദ്ധീകരണങ്ങൾ ഒക്കെ വായിച്ചതിന്റെ ഫലമായിട്ട് ഒരു വിശുദ്ധയാകണമെന്നുള്ളൊരു ആഗ്രഹം മനസ്സിൽ ചെറുപ്പത്തിലെ ഉടലെടുത്തു.
അന്ന് തുടങ്ങി ഒരു പ്രാർത്ഥനയും ഉണ്ടായിരുന്നു, ഇനിയൊരു വിശുദ്ധയാക്കണമെന്ന്. ആദ്യമായി പോകുന്ന പല പള്ളികളിലും ഞാൻ പ്രാർത്ഥിച്ചിരുന്ന 3 കാര്യങ്ങളിൽ ഒന്ന് ഇനിയൊരു വിശുദ്ധയാക്കണമേ എന്നായിരുന്നു. എന്നാൽ ചെറുപ്പത്തിലുണ്ടായിരുന്ന ആ തീക്ഷ്ണതയൊക്കെ കുറെ കൂടി വലുതായപ്പോൾ എന്നിൽ നിന്ന് അകന്നുപോയി. എന്നെപ്പറ്റി ഞാൻ പറഞ്ഞാല് ഞാനൊരു പ്രത്യേക സ്വഭാവക്കാരിയായിരുന്നു. പെട്ടെന്ന് ദേഷ്യപ്പെടുക, ആരുടെയും ഫീലിങ്സ് ഒന്നും നോക്കാതെ എൻ്റെ മനസ്സിൽ വരുന്നത് അതുപോലെ പറയുക, കാണുന്നതിലെല്ലാം എന്താണ് കുറവ് എന്നുള്ളത് കണ്ടുപിടിക്കുക. അങ്ങനെ ഒരു സംതൃപ്തി ഇല്ലാത്ത, എല്ലാറ്റിലും തന്നെ ഒരു നെഗറ്റീവ് എനർജിയുടെ പേഴ്സൺ എന്ന് പറയാം. ജീവിതത്തിന്റെ പരിപരുത്ത വശങ്ങളെ ഫേസ് ചെയ്യേണ്ടി വന്നപ്പോൾ ഞാൻ കൂടുതൽ ഇറിറ്റേറ്റഡ് ആയി മാറുകയായിരുന്നു. 2014 ഒരു ധ്യാനം കൂടിയതിനു ശേഷം എനിക്ക് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുള്ള ഒരു വരം ദൈവം തന്നു. അന്ന് തുടങ്ങി ജീവിതത്തിന്റെ വിവിധ തുറകളിലുള്ള മനുഷ്യർക്ക് വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നത് ജീവിതത്തിന്റെ നിത്യേനയുള്ള ഒരു പതിവായി മാറി. റോമ 8:26 പറയുന്നു, നമ്മുടെ ബലഹീനതയിൽ ആത്മാവ് നമ്മെ സഹായിക്കുന്നു. വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. എന്നാൽ അവാച്യമായ നെടുവീർപ്പുകളാൽ ആത്മാവ് തന്നെ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു. എന്റെ ജീവിതത്തില് പരിശുദ്ധാത്മാവ് ഇടപെടലുണ്ടായത് കോവിഡ് കാലഘട്ടത്തിലാണ്. കോവിഡിന്റെ ആരംഭത്തിൽ എല്ലാവരെയും പോലെ ഞാനും കോവിഡിനെ ഒരുപാട് ഭയപ്പെട്ടിരുന്നു. എന്നാൽ പള്ളികൾ അടയ്ക്കപ്പെട്ട് വീട്ടിലിരുന്ന് ഓൺലൈനിൽ പരിശുദ്ധ കുർബാന സംബന്ധിക്കേണ്ടി വന്ന ആ സിറ്റുവേഷൻ എനിക്ക് ഹൃദയഭേദകമായിരുന്നു. പള്ളികൾ അടയ്ക്കപ്പെട്ട് അതെന്നെ വല്ലാതെ പിടിച്ചു കുലുക്കി. ആദ്യ അവസാനം കരഞ്ഞുകൊണ്ടല്ലാതെ വിശുദ്ധ ബലിയിൽ സംബന്ധിക്കാൻ എനിക്ക് കഴിഞ്ഞിരുന്നില്ല. അതുവരെ നഷ്ടപ്പെടുത്തി കളഞ്ഞ ദിവ്യബലികളുടെ വില അന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. നമ്മൾ വേണ്ടെന്ന് വെക്കുന്ന ഓരോ ദിവ്യബലിയും നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടങ്ങളാണെന്ന് സത്യം ഞാൻ മനസ്സിലാക്കി. വിശുദ്ധ ബലിയോട് വളരെ അഗാധമായ ഒരു പ്രണയം എന്നിൽ രൂപം കൊണ്ടു. അതുവരെ നഷ്ടപ്പെടുത്തി കളഞ്ഞ വിശുദ്ധ ബലികളുടെ വില അന്ന് ഞാൻ തിരിച്ചറിയുകയും ചെയ്തു. അന്ന് ഞാനൊരു തീരുമാനമെടുത്തു, ഇനി മരണം വരെ ദിവ്യബലിയിൽ പങ്കെടുക്കാൻ കിട്ടുന്ന ഒരു അവസരവും ഞാൻ നഷ്ടപ്പെടുത്തുകയില്ല എന്ന്. അതിനുശേഷം ഇന്ന് ഈ നിമിഷം വരെ കണ്ണീരോടെ അല്ലാതെ ഒരു വിശുദ്ധ ബലിയും പൂർത്തിയാക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. ഭക്തിയോടും ശ്രദ്ധയോടും ആത്മാർത്ഥമായി വിശുദ്ധ ബലിയിൽ പങ്കെടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ എന്നിലും ചില മാറ്റങ്ങൾ ഉണ്ടായി. സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാതെ സഭയ്ക്ക് വേണ്ടിയും ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാനുള്ള ഒരു കൃപയും ഒരുപാട് ആത്മാക്കളെ ഈശോയ്ക്ക് വേണ്ടി നേടാനുള്ള ഒരു വലിയ ദാഹവും എന്നിലുണ്ടായി. അതോടൊപ്പം തന്നെ കുറെ കൂടി ക്ഷമിക്കുവാനും സംയമനത്തോടെ പ്രശ്നങ്ങളെ നേരിടാനും കുറെ കൂടിയൊക്കെ പോസിറ്റീവ് ആകുവാനും ഉള്ള കൃപ ദൈവം തന്നു. അതോടെ എന്നിൽ മരണഭയം തീരെ ഇല്ലാതെയായി. ഈശോയുടെ അടുത്തേക്ക് പോകുവാനുള്ള ഒരു വാതിൽ മാത്രമായി മരണത്തെ കാണുവാൻ എനിക്ക് സാധിച്ചു. കോവിഡിന്റെ സമയത്ത് കോവിഡ് വന്ന് മരിച്ചാൽ ശവസംസ്കാരത്തിന് പോലും ആരും ഉണ്ടാകുകയില്ലല്ലോ എന്ന് പറഞ്ഞ് ദുഃഖിച്ച ഒരു സുഹൃത്തിനോട്, നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ നമ്മളെ യാത്രയാക്കാൻ എത്ര പേരുണ്ട് എന്നുള്ളതല്ലല്ലോ, എന്നാൽ അവിടെ ചെല്ലുമ്പോൾ നമ്മളെ സ്വീകരിക്കാൻ എത്ര പേരുണ്ട് എന്നുള്ളതാണല്ലോ പ്രധാനം എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുവാനുള്ള ഒരു ധൈര്യം ദൈവം എനിക്ക് തന്നു. പ്രകൃതി ദുരന്തങ്ങളിൽ അനേകം പേർ മരണമടഞ്ഞപ്പോൾ ആ സംഭവത്തെ പറ്റി എന്നതിനേക്കാൾ മരണസമയത്ത് ആ ആത്മാക്കളുടെ അവസ്ഥ എന്തായിരുന്നിരിക്കും എന്ന ചിന്തയാണ് എന്നെ ഏറെ വേദനിപ്പിച്ചത്. കാരണം മരണം ഒരു യാഥാർത്ഥ്യമാണ്. അത് എപ്പോൾ ഏത് രൂപത്തിൽ വന്നാലും ആ സമയത്തെ ആത്മാവിന്റെ അവസ്ഥയെ പറ്റിയാണ് നാം കൂടുതൽ ശ്രദ്ധിക്കേണ്ടതെന്ന് എനിക്ക് തോന്നി. അന്ന് തുടങ്ങി മരണാസന്നരായ വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതും എൻ്റെ ഒരു ശീലമാക്കി. ശുദ്ധീകരാത്മാക്കൾക്ക് വേണ്ടി ഒരുപാട് പ്രാർത്ഥിക്കുന്ന ഒരാളായിരുന്നില്ല ഞാൻ. സാധാരണ വീടുകളിൽ ചെല്ലുന്ന ശുദ്ധീകരണാത്മാക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന ചെല്ലുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ കഴിഞ്ഞ നവംബറിൽ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ശുദ്ധീകരാത്മാക്കൾക്ക് വേണ്ടി 21 ദിവസം വെളുപ്പിനെ 3 മണിക്ക് ഉണർന്ന് കരുണക്കൊന്ത് ചൊല്ലി പ്രാർത്ഥിക്കുവാൻ ഞാനൊരു തീരുമാനമെടുത്തു.
അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്തു. എന്നാൽ ആ വിവരം ഞാൻ ആരോടും പറഞ്ഞിരുന്നുമില്ല. ഏതാനും ആഴ്ചകൾക്ക് ശേഷം എന്നെ കണ്ട ഒരു വൈദികൻ എന്നോട് പറഞ്ഞു, ശുദ്ധീകരാത്മാക്കൾ ചേച്ചിക്ക് ഒരുപാട് നന്ദി പറയുന്നതായി കാണുന്നുവെന്ന്. അതെന്നെ വല്ലാതെ അതിശയിപ്പിച്ചു. കാരണം ആരോടും പറയാതെ ഞാൻ ചെയ്ത ഈ കാര്യം ആ വൈദികനിലൂടെ വെളിപ്പെടുത്തിയത് പരിശുദ്ധാത്മാവല്ലാതെ മറ്റാരുമല്ലെന്ന് എനിക്ക് ഉറപ്പായി. അങ്ങനെ ശുദ്ധീകരാത്മാക്കൾക്കായി കൂടുതൽ പ്രാർത്ഥിക്കാൻ അത് എനിക്കൊരു പ്രചോദനമായി. ഇന്നും ഒരുപാട് കുറവുകളുള്ള ദുർഭഗയായ ഒരു വ്യക്തിയാണ് ഞാൻ. എങ്കിലും എൻ്റെ ഈശോയ്ക്കായി ഈ ജീവിതം മാറ്റിവെക്കുമ്പോൾ ജീവിതത്തിൽ വേണ്ടതായ മാറ്റങ്ങൾ വരുത്താനുള്ള കൃപ എൻ്റെ ഈശോ പരിശുദ്ധാത്മാവ് വഴി എനിക്ക് തരും എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അതിനായി എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരുടെയും പ്രാർത്ഥന ഞാൻ ദൈവത്തോടെ യാചിക്കുകയാണ്. എൻ്റെ ഈശോ സങ്കീർത്തനം 51:11 പറയുന്നത് പോലെ, അങ്ങയുടെ തിരുസന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുതേ എന്ന് മാത്രമാണ് ഞാൻ ഇന്ന് മനമുരുകി പ്രാർത്ഥിക്കുന്നത്. എൻ്റെ ഈശോയെ പ്രഘോഷിക്കാൻ എനിക്ക് ഈ അവസരം തന്ന മിസിയോ ടീമിലെ ഓരോ അംഗങ്ങളോടും, പ്രത്യേകിച്ച് ഇതിനെന്നെ പ്രേരിപ്പിച്ച എൻ്റെ മെന്റർ ജെസ്സി മാത്യുവിനോടുമുള്ള ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നതോടൊപ്പം എനിക്ക് ഈ അവസരം തന്ന് അനുഗ്രഹിച്ച എൻ്റെ ഈശോയ്ക്ക് 1000 നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ആമേൻ. നല്ല ഒരു നമുക്ക് ടെസ്റ്റിമണി ഷെയർ ചെയ്ത് ലൂസി മാത്യുയോട് പ്രത്യേകം നന്ദി പറയുന്നു. നമുക്കെല്ലാവർക്കും പരിശുദ്ധാത്മാവിൽ ജ്വലിച്ച് നമ്മളെല്ലാവരും ലൂസി മാത്യുയോടൊപ്പം നമുക്ക് അവർക്ക് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കാം. നമ്മളെല്ലാവരും പരിശുദ്ധാത്മാവിന് വേണ്ടി നല്ല ജ്വലിച്ച് നമ്മൾ മുമ്പോട്ട് ഈ ആഴ്ച മൊത്തം നമുക്ക് പ്രാർത്ഥിച്ച് മുമ്പോട്ട് കൊണ്ടുപോകണം. നമ്മുടെ ജീവിതം തന്നെ ഒരു പരിശുദ്ധാത്മാവിലുള്ള ഒരു പ്രചോദനമായി നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോകാം. അടുത്തതായിട്ട് നമ്മൾ സ്ലൈഡ് പ്രസന്റേഷന് ക്ലീറ്റസ് പോളിനെ ക്ഷണിക്കുന്നു. കർത്താവ് ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. യേശുവിൽ പ്രിയപ്പെട്ടവരെ, ദൈവപുത്രനായ യേശു ക്രിസ്തു കുരിശിൽ മരിച്ച് നമ്മുടെ പാപകടങ്ങൾ വീട്ടി നമ്മെ രക്ഷിച്ചു കഴിഞ്ഞു. ആ രക്ഷ സ്വന്തമാക്കേണ്ടതിന് ഈശോമിശിഹായിൽ വിശ്വസിച്ച് മാനസാന്തരപ്പെട്ട് ഈശോയെ ഹൃദയത്തിൽ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചുകൊണ്ട് നമ്മെ തന്നെ സമ്പൂർണ്ണ സമർപ്പണം ചെയ്യുന്നതിൽ കഴിഞ്ഞ ആഴ്ചക്കാലം നാം ശ്രദ്ധിക്കുകയായിരുന്നു. അങ്ങനെ പാപങ്ങളെ ഓർത്ത് അനുതപിച്ച് യേശു ക്രിസ്തുവിന് തങ്ങളെ തന്നെ സമർപ്പിക്കുന്നവർക്ക് ദൈവം നൽകുന്ന സ്വർഗീയ സമ്മാനമാണ് പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത്. ബൈബിളിലെ ഉൽപ്പത്തിയുടെ പുസ്തകം മുതൽ വെളിപാട് വരെ നിറഞ്ഞു നിൽക്കുന്ന പരിശുദ്ധാത്മാവിനെയാണ് നാം കാണുന്നത്. ഭൂമി രൂപരഹിതവും ശൂന്യവുമായിരുന്നു. ആഴത്തിനു മുകളിൽ അന്ധകാരം വ്യാപിച്ചിരുന്നു. ദൈവത്തിന്റെ ചൈതന്യം വെള്ളത്തിനു മീതെ ചലിച്ചുകൊണ്ടിരുന്നു. ഉൽപ്പത്തി 1:2. ദൈവത്തിന്റെ ചൈതന്യം പരിശുദ്ധാത്മാവിനെ വിശേഷിപ്പിക്കുന്ന വാക്കാണിത്. പഴയ നിയമത്തിലെ പരിശുദ്ധാത്മാവിനെ വിശേഷിപ്പിച്ചിരുന്നത് ദൈവത്തിന്റെ ആത്മാവ്, കർത്താവിന്റെ ആത്മാവ് എന്നൊക്കെയാണ്. എന്നാൽ പുതിയ നിയമത്തിലെ പരിശുദ്ധാത്മാവിനെ വിശേഷിപ്പിക്കുന്നത് മറ്റൊരു രീതിയിലാണ്. ദൈവത്തിന്റെ ചൈതന്യം വെള്ളത്തിനു മീതെ ചലിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് പിതാവായ ദൈവം തൻ്റെ വചനത്താൽ സൃഷ്ടികർമ്മം നടത്തുന്നത്. തീർച്ചയായും നമ്മുടെ ജീവിതത്തിലും വചനം ഫലം ചെയ്യുന്നതിനു വേണ്ടി പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ആവശ്യമാണ്. ഭൂമിക്ക് രൂപം നൽകിയതും ആഴത്തിന്റെ അന്ധകാരം നീക്കിയതും വെള്ളത്തിന് മുകളിൽ കര തെളിയിച്ചതും ഭൂമിയിൽ ജീവൻ വിളയിച്ചതുമെല്ലാം പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവ് കൂടാതെ നമ്മുടെ ജീവിതത്തിനും രൂപവും ഭാവവും ഒന്നും നൽകാനായിട്ട് സാധിക്കുകയില്ല. എർത്ത് വിത്തൗട്ട് വാട്ടർ എന്ന് നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ ഇങ്ങനെ ഒരു വികൃതമായ രൂപമാണ് ഭൂമിയുടേത് നമുക്ക് ലഭിക്കുന്നത്. 4.5 കിലോമീറ്റർ ആഴമുള്ള പസഫിക് സമുദ്രവും അറ്റ്ലാന്റിക് സമുദ്രവും അതുപോലെ തന്നെ മറ്റു സമുദ്രങ്ങളിലും ഒക്കെയുള്ള സമുദ്രജലം എടുത്തു കളഞ്ഞാൽ
ഇങ്ങനെ ഒരു ഷേപ്പ് ആയിരിക്കും ഭൂമിക്ക് ലഭിക്കുക. എന്നാൽ ജലം നിറച്ച് രൂപം നൽകി അതിനു ചുറ്റും പരിശുദ്ധാത്മാവിനെ നിവേശിപ്പിച്ചുകൊണ്ട് ഇന്ന് കാണുന്ന ഒരു മനോഹര ഭൂമിയാക്കി മാറ്റിയത് ദൈവസ്നേഹത്തിന്റെ അടയാളമല്ലാതെ മറ്റെന്താണ്? നാം ഇന്ന് കാണുന്ന വിശുദ്ധ ബൈബിള് അത് എഴുതപ്പെട്ടിരിക്കുന്നത് എഴുതിയ ആളിന്റെ അറിവിൽ നിന്നോ ബുദ്ധിയിൽ നിന്നോ അല്ലെങ്കിൽ ആശയത്തിൽ നിന്നോ അല്ല, മറിച്ച് പരിശുദ്ധാത്മാവിനാലാണ് വിശുദ്ധ ഗ്രന്ഥം എഴുതപ്പെട്ടിരിക്കുന്നത്. പല ഇടങ്ങളിൽ കിടന്നിരുന്ന എഴുത്തുകൾ ഇപ്രകാരം സമാഹരിച്ചുകൊണ്ട് ഒരു മാല പോലെ കോർത്ത് മനോഹരമാക്കിയത് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം എന്നല്ലാതെ മറ്റെന്താണ്? വിശുദ്ധ ബൈബിൾ എഴുതപ്പെട്ടതും ക്രോഡീകരിക്കപ്പെട്ടതും പരിശുദ്ധാത്മാവിലാണ്. പഴയ നിയമത്തിലെ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു ദൗത്യ നിർവഹണത്തിന് വേണ്ടി ദൈവം തെരഞ്ഞെടുത്ത വ്യക്തികളിലേക്ക് ഇറങ്ങി വരികയും ആ ദൗത്യ നിർവഹണത്തിന് ശേഷം തിരികെ പോകുന്നതുമായിട്ട് നമുക്ക് കാണാം. സ്വന്തം ജനത്തെ സൃഷ്ടിക്കുന്നതിന് വേണ്ടി അബ്രഹാത്തിൽ ഇറങ്ങി വരുന്ന പരിശുദ്ധാത്മാവ്, കാനാൻ ദേശത്തേക്ക് നയിക്കാനായിട്ട് മോശയെയും ജോഷുവയിലും ഇറങ്ങി വരുന്ന പരിശുദ്ധാത്മാവ്, ന്യായാധിപനായിരിക്കാൻ വേണ്ടി ഗിദയോനിൽ ഇറങ്ങി വരുന്ന പരിശുദ്ധാത്മാവ്, ഇസ്രായേൽ ജനത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി രാജാക്കന്മാരായി അഭിഷേകം ചെയ്ത സാംസണിലും സാവൂളിലും ദാവീദിലും സോളമനിലും എല്ലാം ഇറങ്ങി വരുന്ന പരിശുദ്ധാത്മാവ്, പ്രവാചകന്മാരിലും ഇറങ്ങി വരുന്ന പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് ഓരോ ദൗത്യത്തിന് വേണ്ടി ഇറങ്ങി വരികയും തിരികെ പോവുകയും ചെയ്യുന്നത് നമുക്ക് കാണാം. സങ്കീർത്തനം 51:11 സങ്കീർത്തനം ഇങ്ങനെ വിലപിക്കുന്നുണ്ടല്ലോ, അങ്ങയുടെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്നും എടുത്തു കളയരുതേ. എന്നാൽ പുതിയ നിയമത്തിൽ പരിശുദ്ധാത്മാവ്, യേശുവിന്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവ് എന്നും നമ്മോടൊപ്പം വസിക്കുന്നവനാണ്. നമ്മളെ നിത്യം കൂടെ വസിച്ചുകൊണ്ട് വിശുദ്ധിയിലേക്ക് നയിക്കുന്ന ആത്മാവാണ്. പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് ഒരു ആശയമോ മനോഭാവമോ അല്ലെങ്കിൽ ഒരു ചിന്തയോ അല്ല. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ്. പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുത്, പരിശുദ്ധാത്മാവിനെ ദൂഷണം പറയുന്നവൻ ശിക്ഷിക്കപ്പെടുമെന്ന് ഈശോ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. തീർച്ചയായും ഒരു വ്യക്തിയാണെങ്കിൽ മാത്രമാണ് നമുക്ക് വേദനിപ്പിക്കാനും അതുപോലെ ദൂഷണം പറയാനും സാധിക്കുന്നത്. തീർച്ചയായും പിതാവും പുത്രനും പോലെ തന്നെ പരിശുദ്ധാത്മാവും ഒരു വ്യക്തിയാണ്. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തി മാത്രമല്ല, ശക്തിയുമാണ്. അപ്പോസ്തലന്മാർ 1:8 പറയുന്നുണ്ടല്ലോ, പരിശുദ്ധാത്മാവ് നിങ്ങൾ വന്നു നിറയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കുന്നു. ഒരു വ്യക്തിയും ശക്തിയുമായ പരിശുദ്ധാത്മാവ് നിത്യസഹായകനും കൂടിയാണ്. ദൈവം തന്റെ പുത്രനിലൂടെ നൽകുന്ന സ്വർഗീയ സമ്മാനമാണ് പരിശുദ്ധാത്മാവ്. എങ്കിൽ ആ സ്വർഗീയ സമ്മാനം നേടാനായി നാം എന്താണ് ചെയ്യേണ്ടത്? ക്രിസ്തുവിൽ വിശ്വസിച്ച് മാനസാന്തരപ്പെട്ട് ജീവിതം ക്രിസ്തുവിന് സമർപ്പിച്ചവർക്ക് ദൈവം നൽകുന്ന സമ്മാനമാണ് പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത്. നമുക്ക് കാണാം, യേശു ക്രിസ്തു തൻ്റെ പീഡാസഹനത്തിന് മുന്നായി രണ്ട് വാഗ്ദാനങ്ങൾ ശിഷ്യന്മാർക്ക് നൽകുന്നുണ്ട്. ഒന്ന്, നിങ്ങളെ ഞാൻ അനാഥരായി വിടുകയില്ല. മറ്റൊന്ന്, നിത്യസഹായകനായ പരിശുദ്ധാത്മാവിനെ നൽകുമെന്നതാണ്. യോഹന്നാൻ 14:17 നിങ്ങൾ അവനെ അറിയുന്നു, കാരണം അവൻ നിങ്ങളോടൊത്ത് വസിക്കുന്നു, നിങ്ങളിൽ ആയിരിക്കുകയും ചെയ്യുന്നു. 18-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല എന്ന് വ്യക്തമായി നമുക്ക് ഉറപ്പ് നൽകുന്നു. യോഹന്നാൻ 14:16 ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോട് കൂടെ ആയിരിക്കുവാൻ മറ്റൊരു സഹായകനെ അവിടുന്ന് നിങ്ങൾക്ക് തരികയും ചെയ്യുന്നു. നിത്യമായും നമ്മോടൊപ്പം വസിക്കുന്ന സഹായകനെയാണ് നമുക്ക് നൽകുന്നതെന്ന് ഈശോ പറഞ്ഞു വയ്ക്കുകയാണ്. യോഹന്നാൻ 14:26 എന്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും. ഈശോ തന്റെ ജീവിതകാലത്ത് പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും പഠിപ്പിക്കുന്നതും അതിനേക്കാൾ ഏറെ പഠിപ്പിക്കുന്നതും പരിശുദ്ധാത്മാവാണ്. പറഞ്ഞ കാര്യങ്ങളെ അനുസ്മരിപ്പിച്ചുകൊണ്ട് അതിനെ കൂടുതൽ ആഴത്തിലേക്ക്, ഉൾക്കാഴ്ചയിലേക്ക് കൊണ്ടുപോകുന്നതും പരിശുദ്ധാത്മാവാണ്. നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ ചുമ്മാ വായിക്കുന്നതിന് പകരം പരിശുദ്ധാത്മാവിന്റെ സഹായത്തോടുകൂടി വായിക്കുകയാണെങ്കിൽ നമ്മൾക്ക് ലഭിക്കുന്ന ഉൾക്കാഴ്ച വലുതായിരിക്കും. 1 കൊരിന്തോസ് 1:21-22 ഞങ്ങളെ നിങ്ങളോടുകൂടെ ക്രിസ്തുവിൽ സ്ഥാപിച്ചിരിക്കുന്നതും അഭിഷേകം ചെയ്തിരിക്കുന്നതും ദൈവമാണ്. അവിടുന്ന് നമ്മിൽ തന്റെ മുദ്ര പതിപ്പിക്കുകയും
അച്ചാരമായിട്ട് തന്റെ ആത്മാവിനെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് പകരുകയും ചെയ്തിരിക്കുന്നു. അച്ചാരമായിട്ട്. അച്ചാരം എന്ന് പറഞ്ഞാൽ അഡ്വാൻസ് എന്നാണ് അർത്ഥം. നമ്മൾ ഒരു വസ്തു വാങ്ങുകയാണെങ്കിൽ ആ വസ്തുവിന്റെ ഉടമസ്ഥന് നമ്മൾ ആദ്യം ഒരു അഡ്വാൻസ് കൊടുക്കുക പതിവാണ്. ഈ അഡ്വാൻസ് കൊടുക്കുമ്പോൾ ആ വസ്തുവിന്റെ ഉടമസ്ഥനോട് നമ്മൾ പറയാതെ പറയുകയാണ്, ഈ വസ്തുവിന്റെ മുഴുവൻ തുകയും തന്ന് ഞാൻ സ്വന്തമാക്കുന്നത് വരെ ഈ വസ്തു എന്റേതാണ്, അത് മറ്റാർക്കും കൊടുക്കാൻ പാടില്ല എന്ന്. അതുപോലെ തന്നെ മാമോദീസായിലൂടെ നമ്മിൽ പരിശുദ്ധാത്മാവിന്റെ മുദ്രണം നൽകിക്കൊണ്ട് ദൈവം നമ്മോട് പറയുകയാണ്, നിന്റെ ആത്മാവ് മടങ്ങി സ്വർഗത്തിൽ എത്തുവോളം നീ എന്റേതാണ്, മറ്റാർക്കും മറ്റൊരു ശക്തിക്കും അവകാശമില്ല എന്നുള്ളതാണ്. യേശുവിൽ നിറഞ്ഞ ആത്മാവ് അപ്പസ്തോലന്മാരിലേക്കും ആദിമസഭയിലും പ്രവർത്തനനിരതമായി. ഇന്ന് നമ്മിലൂടെ തിരുസഭയിലും പരിശുദ്ധാത്മാവ് തന്റെ പ്രവർത്തനം തുടങ്ങുന്നു. നമുക്ക് ഈ ആത്മാവിനെ, നമ്മളിൽ പ്രവർത്തിക്കുന്ന ആത്മാവിനെ നമുക്ക് സ്വീകരിക്കാനായിട്ട് ഒരുക്കം ആവശ്യമാണ്. പരിശുദ്ധാത്മാവ് നമ്മിൽ അധിവസിക്കുന്ന ആത്മാവാണ്. ഒരു കർഷകൻ വിത്തിറക്കുന്നതിന് മുമ്പ് നിലം ഉഴുതുമറിച്ച് എല്ലാ കളകളും നീക്കി വളം വിതറി നിലമൊരുക്കിയാണ് വിത്ത് വിതയ്ക്കുന്നത്. അതുപോലെ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാനായി നാം ആകുന്ന നിലവും ഒരുക്കേണ്ടതുണ്ട്. ആത്മാവിനെ സ്വീകരിക്കാനുള്ള ഒരുക്കത്തിന് എന്തെല്ലാം വേണമെന്ന് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. പശ്ചാത്തപിക്കണം, അനുരഞ്ജനപ്പെടണം. പരിശുദ്ധാത്മാവ് സൗജന്യ ദാനമാണ്, എങ്കിലും തീവ്രമായുള്ള ആഗ്രഹം ആവശ്യമാണ്. ദാഹത്തോടെ ചോദിച്ചു വാങ്ങണം. വിശ്വസിക്കുകയും വിളിച്ച് അപേക്ഷിക്കുകയും വേണം. പ്രതീക്ഷയോടെ കാത്തിരിക്കണം. യോഗ്യതയില്ലെന്ന് കരുതരുത്. ഈ ആത്മാവിനെ സ്വീകരിക്കാനുള്ള ഈ കാര്യങ്ങള് നമുക്ക് ഒന്ന് വിശദമായി പരിശോധിക്കാം. പശ്ചാത്താപവും അനുരഞ്ജനവും ആത്മാവിനെ സ്വീകരിക്കാനായിട്ടുള്ള ഏറ്റവും പ്രഥമമായ കാര്യമാണിത്. അപ്പോസ്തലൻ 2:37-38 വചനം ഇങ്ങനെ പറയുന്നു, ഇത് കേട്ടപ്പോൾ അവർ ഹൃദയം നുറുങ്ങി പത്രോസിനോടും മറ്റ് അപ്പസ്തോലന്മാരോടും ചോദിച്ചു, സഹോദരന്മാരെ, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? പത്രോസ് പറഞ്ഞു, നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ, പാപമോചനത്തിനായി എല്ലാവരും ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുവിൻ, പരിശുദ്ധാത്മാവിന്റെ ദാനം നിങ്ങൾക്ക് ലഭിക്കും. അതെ, യേശു ക്രിസ്തുവിനെ പീഡിപ്പിച്ച് കുരിശിൽ തറച്ചു കൊന്ന് അവൻ ഉത്ഥാനം ചെയ്തു കഴിഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവ് നിറഞ്ഞപ്പോൾ ശിഷ്യപ്രമുഖനായ പത്രോസ് യഹൂദരോട് തങ്ങൾ പീഡിപ്പിച്ചു പോന്ന യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് എന്ന് പറഞ്ഞപ്പോൾ അവരുടെ ഹൃദയം നുറുങ്ങി. പത്രോസിനോടും അപ്പോസ്തലന്മാരോടും അവർ ചോദിക്കുന്നുണ്ട്, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? അതിന് പത്രോസ് പറയുന്ന മറുപടിയാണ് പശ്ചാത്തപിക്കാനും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുക എന്നും. പരിശുദ്ധാത്മാവ് സൗജന്യ ദാനമാണ്. സൗജന്യമാണെങ്കിലും തീവ്രമായി ആഗ്രഹിച്ചും ദാഹിച്ചും പ്രാർത്ഥിച്ചിട്ടും വേണം പരിശുദ്ധാത്മാവിന് വേണ്ടി നാം ഒരുങ്ങേണ്ടത്. ദാഹിക്കുന്നവന് ജീവജലത്തിന്റെ ഉറവിൽ നിന്നും സൗജന്യമായി ഞാൻ കൊടുക്കുമെന്ന് വെളിപാട് 21:26 പറയുന്നു. നമുക്ക് കാണാം, പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാനുള്ള ഒരുക്കത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറയുന്നത്. പരിശുദ്ധ അമ്മയും ശിഷ്യന്മാരും സെഹിയോൻ മാളികയിൽ പരിശുദ്ധാത്മാവിന് വേണ്ടി ദാഹിച്ച് പ്രാർത്ഥിച്ചപ്പോഴാണ് പെന്തക്കുസ്ത അനുഭവം ഉണ്ടാകുന്നത്. എന്നാൽ ദാനങ്ങൾ എത്ര ലഭിച്ചാലും അത് സ്വീകരിക്കാൻ ഒരു എളിമ ആവശ്യമാണ്. ഇതെല്ലാം ഒരുക്കപ്പെടലിന്റെ ഒരു ഭാഗമാണ്. പരിശുദ്ധാത്മാവിനെ നമ്മൾ ദാഹിച്ച് ചോദിച്ചു വാങ്ങണം. ലൂക്ക 11:13 മക്കൾക്ക് നല്ല ദാനങ്ങൾ നൽകാൻ ദുഷ്ടരായ നിങ്ങൾക്ക് അറിയാമെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്ര അധികമായി പരിശുദ്ധാത്മാവിനെ നൽകുകയില്ല. അതെ, മീൻ ചോദിച്ചാൽ പാമ്പിനെ കൊടുക്കുമോ? മുട്ട ചോദിച്ചാൽ തേളിന് കൊടുക്കുമോ? സ്വന്തം മക്കൾ പല ആവശ്യത്തിനും പിതാക്കന്മാരുടെ അടുത്തു വരുന്നത് സാധാരണമാണ്. എന്നാൽ മക്കൾ ആവശ്യപ്പെടുന്നത് അവർക്ക് ദോഷകരമായ കാര്യമാണെങ്കിൽ പിതാവ് അത് നിഷേധിക്കുകയും ചെയ്യുന്നു. എത്ര പ്രാർത്ഥിച്ചിട്ടും ഉത്തരം കിട്ടാത്ത ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ദൈവം നമുക്ക് ഉത്തരം നൽകാത്തത് അത് നമുക്ക് ദോഷകരമാകുമെന്നുകൊണ്ടാണ്. എന്നാൽ ദൈവം നമുക്ക് സകലത്തിനും ഉത്തരം കണ്ടെത്താനും അതുപോലെ തന്നെ എല്ലാ പ്രശ്നങ്ങളെയും പരിഹരിക്കാനും കഴിയുന്ന പരിശുദ്ധാത്മാവിനെ സമൃദ്ധമായി നൽകുന്നു. ദൈവത്തിന്റെ സമ്പത്തായ പരിശുദ്ധാത്മാവിനെ ദാഹത്തോടെ ചോദിച്ചു വാങ്ങണം. ചോദിക്കുന്നതിന്റെ ആത്മാർത്ഥത അനുസരിച്ച് അത്രയധികം പരിശുദ്ധാത്മാവിനെ നൽകാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ലൂക്ക 11:5 അർദ്ധരാത്രി സ്നേഹിതന്റെ
വാതിൽക്കൽ മുട്ടി അപ്പം ചോദിക്കുന്ന മറ്റൊരു സ്നേഹിതന്റെ ഉപമ നമ്മൾ കാണുന്നുണ്ടല്ലോ. അപ്പം ചോദിക്കുകയും നിരന്തരം ശല്യപ്പെടുത്തി അപ്പം കിട്ടാതെ മടങ്ങില്ല എന്നുള്ള ഒരു സ്ഥിതി ഉണ്ടാക്കിയെടുത്തുകൊണ്ട് അപ്പവുമായി മടങ്ങുന്ന ആ സ്നേഹിതനെ പോലെ നമുക്കും പരിശുദ്ധാത്മാവിന് വേണ്ടി നിരന്തരം ചോദിച്ച് പ്രാർത്ഥിക്കുകയും ചോദിച്ചു വാങ്ങുകയും ചെയ്യാം. യോഹന്നാൻ 7:37 തിരുനാളിന്റെ അവസാനത്തെ മഹാദിനത്തിൽ യേശു എഴുന്നേറ്റ് നിന്ന് ശബ്ദമുയർത്തി പറഞ്ഞു, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. അതെ, അത് പരിശുദ്ധാത്മാവിന് വേണ്ടിയുള്ള ദാഹം എന്ന് പറയുന്നത് മനുഷ്യരെ പരിശുദ്ധാത്മാവിന് വരങ്ങൾ നേടിയെടുത്തുകൊണ്ട് മനുഷ്യനെ സംരംഭിക്കാനോ അത്ഭുതങ്ങൾ പ്രവർത്തിച്ച് അവരുടെ മുന്നിൽ ആളാകാനോ അല്ല, മറിച്ച് പരിശുദ്ധാത്മാവിനുള്ള ദാഹം എന്ന് പറയുന്നത് വിശുദ്ധിക്ക് വേണ്ടിയുള്ള ദാഹമാണ്. സ്വന്തം ജീവിതം മാറ്റം വരുത്താൻ വേണ്ടിയുള്ള ദാഹമാണ്. വിശുദ്ധ ജീവിതം നയിക്കാൻ വേണ്ടിയാവണം. പരിശുദ്ധാത്മാവിന് വേണ്ടിയുള്ള ഒരുക്കത്തില് വിശ്വാസവും വിളിച്ച് അപേക്ഷിക്കലും അത്യാവശ്യമാണ്. റോമ 10:12 വചനം ഇങ്ങനെ പറയുന്നു, യഹൂദനും ഗ്രീക്കുകാരും തമ്മിൽ വ്യത്യാസമില്ല, ഒരുവൻ തന്നെയാണ് എല്ലാവരുടെയും കർത്താവ്. തന്നെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരുടെയും മേൽ അവിടുന്ന് തന്റെ സമ്പത്ത് വർഷിക്കുന്നു. അതെ, യഹൂദനും ഗ്രീക്കുകാരനും. യഹൂദൻ ദൈവത്തിന്റെ സ്വന്തം ജനവും ഗ്രീക്കുകാരൻ വിദേശിയുമാണ്. ഇവിടെ ദൈവം പറയുകയാണ്, ക്രൈസ്തവനെന്നോ അക്രൈസ്തവനെന്നോ ഒരു വ്യത്യാസവുമില്ലാതെ എന്നെ യേശുവിൽ വിശ്വസിക്കുകയും എന്നെ വിളിച്ച് അപേക്ഷിക്കുകയും ചെയ്യുന്നവർക്ക് ഞാൻ എന്റെ സമ്പത്തായ പരിശുദ്ധാത്മാവിനെ വർഷിക്കുമെന്ന്. പ്രതീക്ഷയോടെ, മറ്റൊരു കാര്യമാണ് പ്രതീക്ഷയോടെ കാത്തിരിക്കണം എന്നുള്ളത്. അപ്പോസ്തലപ്രവർത്തനം 1:4-5 അവൻ അവരോടൊപ്പം ഭക്ഷണത്തിന് ഇരിക്കുമ്പോൾ കൽപ്പിച്ചു, നിങ്ങൾ ജെറുസലേം വിട്ടു പോകരുത്, എന്നിൽ നിന്ന് നിങ്ങൾ കേട്ട പിതാവിന്റെ വാഗ്ദാനത്തിന് വേണ്ടി കാത്തിരിക്കുകയും. എന്തെന്നാൽ യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം നൽകി, നിങ്ങളാകട്ടെ ഏറെ താമസിയാതെ പരിശുദ്ധാത്മാവിനാൽ സ്നാനം ഏൽക്കും. അതെ, സ്വർഗാരോഹണത്തിന് മുന്നേ യേശു അവരോട് പറയുന്ന 2 കാര്യങ്ങളാണ്. അവർ അനുസരിക്കാനായിട്ട് അവരോട് പറയുന്ന 2 കാര്യങ്ങളാണ്. ജെറുസലേം വിട്ടുപോകരുത്, പിതാവിന്റെ വാഗ്ദാനത്തിന് വേണ്ടി കാത്തിരിക്കണം, പ്രതീക്ഷയോടെ കാത്തിരിക്കണം എന്നുള്ളത്. ജെറുസലേം എന്ന് പറയുന്നത്, ജെറുസലേം തന്റെ രക്ഷാകര കർമ്മം ആരംഭിക്കുകയും അവിടെ വെച്ച് പീഡകൾ അനുഭവിക്കുകയും ചെയ്ത ഒരു സ്ഥലമാണ്. ഇന്നത്തെ സാഹചര്യത്തില് ജെറുസലേം എന്നത് ദൈവം ക്രിസ്തു ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ആ ക്രിസ്തുവിൽ നിന്ന് അകന്നു പോകാതെ പിതാവിന് വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പ്, അത് ദൈവം പരിശുദ്ധാത്മാവിന് വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പ് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. നമ്മുടെ ഹൃദയം പരിശുദ്ധാത്മാവിന്റെ ആലയമാക്കി നമുക്ക് മാറ്റണം. ആത്മീയ സ്വീകരണത്തിനായി പരിശുദ്ധാത്മാവിന് ഒരു ഇടം ആവശ്യമാണ്. അതുപോലെ തന്നെ പ്രതീക്ഷയോടുള്ള കാത്തിരിപ്പും ആവശ്യമാണ് എന്ന് വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഇനി യോഗ്യതയില്ലെന്ന് കരുതരുത്. അപ്പോസ്തലപ്രവർത്തനം 19:6 പൗലോസ് അവരുടെ മേൽ കൈകൾ വെച്ചപ്പോൾ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു, അവർ അന്യഭാഷകളിൽ സംസാരിക്കുകയും പ്രവചിക്കുകയും ചെയ്തു. നമ്മൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാനുള്ള ഒരു ഒരുക്കത്തെ കുറിച്ചാണ് ഇത്രയും നേരം നമ്മൾ ചിന്തിച്ചിരുന്നതും ധ്യാനിച്ചിരുന്നതുമെല്ലാം. എന്നാൽ ആത്മാവ് നിറഞ്ഞു കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്ന് നമുക്ക് നോക്കാം. ദൈവസ്നേഹാനുഭവത്താൽ നിറയുന്നു. റോമ 5:5 പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല, കാരണം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. ആത്മാവ് നിറയുമ്പോൾ ദൈവസ്നേഹം അനുഭവിക്കാൻ കഴിയുന്നത്. ആത്മാവാണ് സ്വർഗത്തെയും നമ്മെയും തമ്മിൽ പരസ്പരം ബന്ധിപ്പിക്കുന്ന സത്യം എന്ന് പറയുന്നത്. ആത്മാവ് നിറയുമ്പോൾ പാപബോധവും നീതിബോധവും പശ്ചാത്താപബോധവും നമുക്ക് നൽകുന്നു. യോഹന്നാൻ 16:8-11 വാക്യങ്ങളിൽ ഇത് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. തന്നെയുമല്ല, ദൈവമക്കളുടെ സ്ഥാനത്തേക്കും പദവിയിലേക്കും ഉയർത്തുന്നു. ഒരു വ്യക്തി യേശുവിനെ കർത്താവും രക്ഷകനുമായി സ്വീകരിച്ച് മാമോദീസ സ്വീകരിക്കുമ്പോൾ ആ വ്യക്തിയുടെ ഭരണവും നിയന്ത്രണവും എല്ലാം പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കുന്നു. മാമോദീസ സ്വീകരിക്കുന്ന വ്യക്തി ദൈവത്തിന്റെ മക്കളാണ്, അതുപോലെ തന്നെ ദൈവരാജ്യത്തിന്റെ അംഗങ്ങളുമാണ്. ദൈവരാജ്യത്തിലെ അംഗങ്ങളുമായി തീരുന്നു. ദൈവരാജ്യത്തിന്റെ നിയമത്തിനനുസരിച്ചുള്ള ജീവിക്കാനായിട്ട് നമ്മെ സഹായിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. അങ്ങനെ പരിശുദ്ധാത്മാവ് മക്കളുടെ അവകാശവും
ദൈവരാജ്യത്തിന്റെ സംരക്ഷണവും നമുക്ക് ലഭ്യമാക്കുന്നു. റോമ 8:16 ദൈവാത്മാവിനിൽ നയിക്കുന്നവരെല്ലാവരും ദൈവത്തിന്റെ മക്കളാണ്. നാം ദൈവത്തിന്റെ മക്കളാണെന്ന് ഈ ആത്മാവ് നമ്മോട് ചേർന്ന് സാക്ഷ്യം നൽകുന്നു. ആത്മാവ് നിറയുമ്പോൾ പൂർണ്ണമായൊരു സ്വാതന്ത്ര്യത്തിലേക്കും വിടുതലിലേക്കും നമ്മൾ പ്രവേശിക്കുന്നു. കാറ്റ് അതിന് ഇഷ്ടമുള്ളിടത്തേക്ക് വീശുന്നു, നീ അതിന്റെ ശബ്ദം കേൾക്കുന്നു, എന്നാൽ അത് എവിടെ നിന്ന് വരുന്നുവെന്നോ എവിടേക്ക് പോകുന്നുവെന്നോ നീ അറിയുന്നില്ല. ഇതുപോലെയാണ് ആത്മാവിൽ ജനിക്കുന്ന ഏവനും. യോഹന്നാൻ 3:8 കാറ്റ് എവിടെ നിന്ന് വരുന്നുവെന്നോ എവിടേക്ക് പോകുന്നുവെന്നോ നമുക്കറിയില്ല. അതുപോലെയാണ് ആത്മാവ് നിറഞ്ഞ വ്യക്തിയും. ആ വ്യക്തിയെ നിയന്ത്രിക്കുന്നതും നയിക്കുന്നതും പരിശുദ്ധാത്മാവാണ്. ആ വ്യക്തി പൂർണ്ണമായും തന്നെ ആത്മാവിന് സമർപ്പിച്ചിരിക്കുകയാണ്. ഇങ്ങനെ ആത്മാവിനെ പൂർണ്ണമായും വിട്ടുകൊടുത്തുകൊണ്ട് സമർപ്പിച്ചപ്പോൾ എനിക്കുണ്ടായ ഒരു അനുഭവം ഞാൻ ഓർത്തു പോവുകയാണ്. എൻ്റെ വർഷങ്ങൾക്ക് മുന്നേ, ഒരു 5-6 വർഷങ്ങൾക്ക് മുന്നേ ഞാൻ സ്ഥിരം പള്ളിയിൽ പോകുന്ന ശീലമുണ്ടായിരുന്നു. അങ്ങനെ പള്ളിയിൽ നിന്ന് വന്ന് വീട്ടിൽ തിരിച്ചെത്തി. ഞാനന്ന് ഒരു വാടക വീട്ടിലാണ് താമസിച്ചിരുന്നത്. എൻ്റെ വാടക വീട് എന്ന് പറയുന്നത് ഒരു വീടിന്റെ അപ്സ്റ്റെയറിലായിരുന്നു. ഞാൻ അകത്ത് ചെന്നു. അവിടെ ചെന്നപ്പോൾ എനിക്ക് നെഞ്ചത്ത് കുറച്ച് അസ്വസ്ഥതകൾ തോന്നി. ഗ്യാസ് ആണെന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ വയർക്കാൻ തുടങ്ങി. അങ്ങനെ വേർത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ താഴേക്ക് ഇറങ്ങിച്ചെന്ന് അവിടുത്തെ ഹൗസ് ഓണറോട് പറഞ്ഞു, എനിക്കിങ്ങനെ അസ്വസ്ഥതയുണ്ട്, എന്നെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കണമെന്ന് പറഞ്ഞു. ഞാനും ഹൗസ് ഓണറും എൻ്റെ ജീവിത പങ്കാളിയും കൂടി ഒരു 15 കിലോമീറ്റർ അകലെയുള്ള ഹോസ്പിറ്റലിലേക്ക് യാത്രയായി. അസ്വസ്ഥത മൂലം എനിക്ക് എഴുന്നേറ്റിരിക്കാൻ സാധിച്ചിരുന്നില്ല. ഞാൻ എൻ്റെ ജീവിത പങ്കാളിയുടെ മടിയിൽ തലവെച്ചു കൊടുത്ത് കെടുക്കുകയായിരുന്നു. അങ്ങനെ കുറച്ചു ദൂരം ചെന്നപ്പോൾ എൻ്റെ മനസ്സ് കൂടുതൽ അസ്വസ്ഥമാകാൻ തുടങ്ങി. എൻ്റെ മക്കളെല്ലാം വളരെ ചെറുപ്പമായിരുന്നു. അവർക്ക് ആയിട്ട് ഞാനൊന്നും ഒരു ഭൗതിക സ്വത്തുകളോ ഒന്നും തന്നെ സമ്പാദിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഇങ്ങനെ ആലോചിച്ചപ്പോൾ, അവരുടെ കാര്യങ്ങൾ ആലോചിച്ചപ്പോൾ ഞാൻ അസ്വസ്ഥനാകാൻ തുടങ്ങി. ഇനി ഒരു ഭവനം പോലും ഇതുവരെ സ്വന്തമായിട്ടില്ലല്ലോ, മക്കളെ എങ്ങനെ പഠിപ്പിക്കും, ജീവിത പങ്കാളിക്ക് അതിന് സാധിക്കുമോ എന്നൊക്കെയായി എൻ്റെ ചിന്തകൾ. തന്നെയുമല്ല, വളരെ അസ്വസ്ഥമായപ്പോൾ ഞാൻ വീണ്ടും ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, ഞാൻ പൂർണ്ണമായും നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. എൻ്റെ മക്കളെയും എൻ്റെ ജീവിത പങ്കാളിയെയും സമർപ്പിക്കുന്നു. എൻ്റെ ഇപ്പോഴത്തെ വേദനകളെയും ഞാൻ സമർപ്പിക്കുന്നു. ഇനി ഈ വേദനകളൊക്കെ ഉണ്ടെങ്കിലും ഞാൻ ഇനി മരണത്തിലേക്കാണ് പോകുന്നതെങ്കിലും ഞാൻ സന്തോഷത്തോടു കൂടി ആ മരണത്തെ ഞാൻ സ്വീകരിക്കുന്നു. എല്ലാം നിന്റെ കരങ്ങളിലേക്ക് കൊടുക്കുന്നു. ഞാൻ എന്തെങ്കിലും തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതെന്നോട് ക്ഷമിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ എൻ്റെ വേദനകൾ കുറഞ്ഞു വരുന്നതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു. ഒരു 5-6 കിലോമീറ്റർ പോയപ്പോൾ ഞാൻ പതിയെ എഴുന്നേറ്റ് ഇരിക്കാൻ തുടങ്ങി. എൻ്റെ അസ്വസ്ഥത പൂർണ്ണമായും വിട്ടുപോയി. ഞാൻ ഹോസ്പിറ്റലിലെത്തി. കേശുവാറ്റിലേക്ക് കിടന്നു വന്നിരുന്ന് ഞാൻ എഴുന്നേറ്റ് കേശുവാറ്റിലേക്ക് നടന്നുപോയി ഡോക്ടറെ അടുത്ത് കാര്യങ്ങൾ പറഞ്ഞു. ഡോക്ടർ എന്നെ ICUവിൽ അഡ്മിറ്റ് ചെയ്തു. ICUവിൽ അഡ്മിറ്റ് ചെയ്തു കഴിഞ്ഞ ആ സമയം തന്നെ ഡോക്ടർ ആൻജിയോഗ്രാം ചെയ്തു. 2 ബ്ലോക്കുകൾ ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ പൂർണ്ണമായി ദൈവത്തിന് വിട്ടുകൊടുത്ത് എനിക്ക് യാതൊരു അസ്വസ്ഥയും ഉണ്ടായിരുന്നില്ല. ധൈര്യപൂർവ്വം ഞാൻ അതിന് സമ്മതം മൂടി. അതേസമയം ഈ ഓപ്പറേഷന് വേണ്ട പണം ഉണ്ടാകുമോ എന്നുള്ള അസ്വസ്ഥതയോടെ പുറത്തു നിൽക്കുന്ന എൻ്റെ ജീവിത പങ്കാളിയുടെ അടുത്തേക്ക് പരിശുദ്ധാത്മാവ് ഒത്തിരി സുഹൃത്തുക്കളെ അയച്ചു പണവുമായിട്ട്. എൻ്റെ ജീവിത പങ്കാളിയുടെ ടെൻഷനും അവിടെ കുറയുകയായിരുന്നു. അങ്ങനെ പരിശുദ്ധാത്മാവിനെ പൂർണ്ണമായും സമർപ്പിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ ഓപ്പറേഷനും സക്സസ് ആയി. ഞാൻ സുഖപ്പെട്ടു. 2 ദിവസം കൊണ്ട് ഞാൻ സുഖപ്പെട്ടു. ഞാൻ അങ്ങനെ വീട്ടിലേക്ക് മടങ്ങി. എൻ്റെ വീട്ടിലേക്ക് മടങ്ങി വന്നതിന് ശേഷം എന്നെ കാണാനായിട്ട് ഒത്തിരി പേര് വന്നു. ആ വന്നവരിൽ കുറച്ചു പേരൊക്കെ ഇതുപോലെ തന്നെ ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞിട്ടുള്ളവരായിരുന്നു. അവർ അവരുടെ ബുദ്ധിമുട്ടുകളും അവർക്കുണ്ടായ ഈ ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്ന സമയത്തുണ്ടായ ബുദ്ധിമുട്ടുകളും അതിനുശേഷം ഉണ്ടായ ബുദ്ധിമുട്ടുകളും എല്ലാം എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ വളരെ സന്തോഷത്തോടുകൂടി പറഞ്ഞു, എനിക്ക് അങ്ങനെയൊന്നും ഫീൽ ചെയ്തില്ല. എനിക്കൊരു ഇഞ്ചക്ഷൻ എടുക്കുന്ന ഫീല് മാത്രമേ, ബുദ്ധിമുട്ട് മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ തികച്ചും വിശ്വസിക്കുന്നു. എൻ്റെ പരിശുദ്ധാത്മാവിന് ഞാൻ എന്നെ വിട്ടുകൊടുത്തപ്പോഴാണ് അതിനെ അഭിമുഖീകരിക്കാനും
എല്ലാം സുഖപ്പെടുത്താനും ഒക്കെ എനിക്ക് സാധിച്ചതെന്ന് ഞാൻ ഇന്നും പൂർണ്ണമായി വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിനെ നമ്മൾ വന്നു നിറയുമ്പോൾ വിശ്വാസം പ്രകടിപ്പിക്കാനും വളർത്താനും പൂർത്തിയാക്കാനും ആത്മാവ് നമ്മളെ സഹായിക്കുന്നു. 1 കൊരിന്തോസ് 12:3 യേശു കർത്താവാണ് എന്ന് പറയുവാൻ പരിശുദ്ധാത്മാവ് മുഖേനയല്ലാതെ ആർക്കും സാധിക്കുകയില്ലെന്ന് നിങ്ങൾ ഗ്രഹിക്കുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതെ, യേശു കർത്താവാണെന്ന് പറയാൻ പരിശുദ്ധാത്മാവ് മുഖേനയല്ലാതെ ആർക്കും സാധിക്കുകയില്ല. കുരിശിൽ മരിച്ച് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിനെ കണ്ട ശിഷ്യന്മാരെ തങ്ങളുടെ മുറിയിൽ, പേടിച്ചീറിന്റെ ആ മുറിയിലേക്ക് യേശു കടന്നു വന്നപ്പോൾ യേശുവിനെ കണ്ടു. പക്ഷെ അവർക്ക് കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്ന് പറയാനുള്ള ഒരു ധൈര്യമോ അല്ലെങ്കിൽ അതിനുള്ള വിശ്വാസമോ ഒന്നും ഉണ്ടായിരുന്നില്ല. യേശു കർത്താവാണെന്ന് ഏറ്റുപറയാൻ അവർക്ക് കഴിഞ്ഞത് പെന്തക്കുസ്താ ദിനത്തിൽ പരിശുദ്ധാത്മാവ് അവരിൽ വന്ന് നിറഞ്ഞപ്പോഴാണ്. തീർച്ചയായും നമുക്ക് യേശു കർത്താവാണെന്ന് ഏറ്റുപറയാൻ പരിശുദ്ധാത്മാവ് നമുക്ക് അത്യാവശ്യമാണ്. ഇനി ആത്മാവിനെ സ്വീകരിക്കുമ്പോൾ എന്താണ് നമ്മളിൽ സംഭവിക്കുന്നത്? നാം ഓരോരുത്തരും ആത്മാവ് സ്വീകരിക്കുമ്പോൾ ക്രിസ്തു ശിഷ്യരായി രൂപപ്പെടുകയാണ്. തന്നെയുമല്ല, സ്വർഗം ലക്ഷ്യമാക്കി ജീവിക്കാനായിട്ട് നമ്മൾക്ക് സാധ്യമാകുന്നത് പരിശുദ്ധാത്മാവിലൂടെയാണ്. ക്രൈസ്തവ പൂർണ്ണതയിലേക്ക് വളരുന്നതിനായിട്ട് നമ്മെ സഹായിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. ദൈവഹിതം തിരിച്ചറിഞ്ഞ് ജീവിക്കാൻ ആവശ്യമായ കൃപ നൽകുന്നു പരിശുദ്ധാത്മാവ്. വിശുദ്ധീകരിക്കുകയും വിശുദ്ധിയിൽ വളർത്തുകയും ചെയ്യുന്നു പരിശുദ്ധാത്മാവ്. എന്തെങ്കിലും ഒരു ദൗത്യ നിർവഹണത്തിനായി സഹായിക്കുന്നു നമ്മളെ പരിശുദ്ധാത്മാവ്. സത്യാത്മാവിനെ സ്വീകരിക്കുമ്പോൾ പരിശുദ്ധ ത്രിത്വത്തിന്റെ സഹവാസാനുഭവമാണ് നമ്മിൽ സംജാതമാകുന്നത്. വിശുദ്ധ ത്രിത്വം നമ്മളിൽ വന്ന് വസിക്കുന്നു, പുതിയ സൃഷ്ടിയാക്കി മാറ്റുന്നു. പഴയതെല്ലാം മാറ്റിക്കളഞ്ഞ് നാം ഒരു പുതിയ സൃഷ്ടിയായി മാറുന്നു. വരദാനങ്ങളിൽ നമ്മെ വളർത്തുന്നു. യേശുവിൽ നമ്മെ വളർത്തുകയാണ് പരിശുദ്ധാത്മാവ് ചെയ്യുന്നത്. യേശുവിന്റെ വ്യക്തിത്വമാണ് പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ എന്ന് പറയുന്നത്. യേശുവിന്റെ ശക്തിയുടെ പ്രകടനമാണ് പരിശുദ്ധാത്മാവിന്റെ വരങ്ങൾ. യേശുവിന്റെ സ്വഭാവം എന്ന് പറയുന്നതാണ് പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ. അങ്ങനെ പോപ്പ് ഫ്രാൻസിസ് പാപ്പ പറയുന്നു, യേശുവിന്റെ മനസ്സിനും അവന്റെ സുവിശേഷത്തിനും അനുസൃതമായി അനുദിനം ജീവിക്കുന്നതിനുള്ള കൃപയ്ക്കായി നമുക്ക് പരിശുദ്ധാത്മാവിനോട് അപേക്ഷിക്കാം. അതെ, നമ്മളായിരിക്കുന്ന ആത്മാവിൽ, നമ്മളെല്ലാവരും ആത്മാവിൽ നിറഞ്ഞുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ വലിയ ഒരു നിറവിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് വിശുദ്ധമായ ജീവിതം നയിക്കാൻ എല്ലാവർക്കും അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ആമേൻ. ആമേൻ. നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ നാം ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ ചെയ്തു തരാൻ കഴിയുന്ന അവിടുത്തേക്ക് സഭയിലും യേശു ക്രിസ്തുവിലും തലമുറകളോളം എന്നേക്കും മഹത്വം ഉണ്ടാകട്ടെ. ആമേൻ. അതേ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് ഈ ഒരു ക്ലാസ്സുകളിലൂടെയും ടെസ്റ്റിമണിയിലൂടെയും പ്രൊക്ലമേഷനിലൂടെയൊക്കെ നമ്മിൽ പ്രവർത്തിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തിയെക്കുറിച്ച് തിരിച്ചറിയാനായിട്ട് സാധിച്ചു. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളെ നിയന്ത്രിക്കുന്നതും നമ്മളുടെ ജീവിതങ്ങളെ മനോഹരങ്ങളാക്കുന്നതും പരിശുദ്ധാത്മാവാണ്. നമുക്ക് നമ്മളുടെ ജീവിതത്തെ പൂർണ്ണമായി പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിനായി വിട്ടുകൊടുത്തുകൊണ്ട് ആ പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മിൽ പ്രവർത്തിക്കാൻ, അതുപോലെ തന്നെ നമ്മളെ വലിയ ധൈര്യമുള്ളവരാക്കി മാറ്റുവാൻ, നേരായ മാർഗത്തിലൂടെ നമുക്ക് ചരിക്കാൻ സാധിക്കുവാൻ, നന്മ തിന്മകൾ എത്രയും പെട്ടെന്ന് മനസ്സിലാക്കി തരുവാനായിട്ട് നമുക്ക് പരിശുദ്ധാത്മാവിനെ വിളിച്ചൊന്ന് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. അല്പസമയം നമുക്കൊന്ന് സ്തുതിക്കാം. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി പറയുന്നു. ഈശോയെ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ സ്തുതി, പരിശുദ്ധാത്മാവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി പറയുന്നു. ഈശോയെ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി. ആമേൻ. ആമേൻ. സ്ലൈഡ് പ്രസന്റേഷനിലൂടെ ക്ലീറ്റസ് പോൾ നമുക്ക് നന്നായിട്ട് പരിശുദ്ധാത്മാവിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കി തന്നതിനെ ഓർത്ത് ഒത്തിരി നന്ദി പറയുന്നു. സൗജന്യമായിട്ട് കിട്ടുന്ന പരിശുദ്ധാത്മാവിനെ നമ്മൾ കുമ്പസാരത്തിലൂടെ നമ്മൾ ചോദിച്ച് എളിമയോടെ എല്ലാ യോഗ്യതയോടെ
നമുക്ക് ദാഹിച്ച് നമുക്ക് വാങ്ങിക്കാനായിട്ട് നമുക്ക് എല്ലാവരും മുമ്പോട്ട് ജീവിതം തന്നെ അങ്ങനെ ഒരു മാതൃകയായിട്ട് നമ്മൾ കൊണ്ടുപോകാനായിട്ടും പരിശുദ്ധാത്മാവിനെ നമ്മൾ എപ്പോഴും നിറഞ്ഞ് നമ്മൾ ജീവിക്കാനായിട്ടും പറഞ്ഞു കൊടുത്ത സ്ലൈഡ് പ്രസന്റേഷനിലൂടെ പറഞ്ഞു തന്ന ക്ലീറ്റസ് പോളിന് നന്ദി പറയുന്നു. അടുത്തതായിട്ട് നമ്മൾ അനൗൺസ്മെന്റ് പറയാനായിട്ട് ടോമിച്ചൻ ചേട്ടനെ ക്ഷണിക്കുന്നു. ഈശോമിശിഹായിരിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്കറിയാവുന്നതുപോലെ ഈ ആഴ്ചത്തെ നമ്മുടെ സബ് ഗ്രൂപ്പ് മീറ്റിങ്ങുകളിൽ നമ്മൾ ഇതുവരെയും നടന്നതുപോലെയല്ല സബ് ഗ്രൂപ്പ് മീറ്റിങ്ങുകൾ. നമ്മുടെ ഈ ആഴ്ചത്തെ സബ് ഗ്രൂപ്പ് മീറ്റിംഗ് തീർച്ചയായിട്ടും ഒരു അഭിഷേക പ്രാർത്ഥനയുടെ ഇതായിരിക്കും. അതിൻ്റെ ഫോർമാറ്റ് ടോട്ടലി വ്യത്യാസമായിരിക്കും. അത് നിങ്ങളുടെ ഗ്രൂപ്പിലെ നിങ്ങളുടെ ഗ്രൂപ്പ് മെൻറ്റേഴ്സ് നിങ്ങൾക്ക് ഇൻഫർമേഷൻ തരുന്നതായിരിക്കും. അതുകൊണ്ട് ഈ ആഴ്ചയിൽ നമ്മൾ സാധാരണ ഗ്രൂപ്പ് മീറ്റിംഗ് പോലെ ആയിരിക്കില്ല എന്ന കാര്യം അറിയിക്കുന്നു. അതുപോലെ ഈ ഡിസംബർ മാസം 16-ാം തീയതി മുതൽ 21-ാം തീയതി വരെ മിസിയോ ഭവനിൽ വെച്ച് ഈ മിസിയോ കോഴ്സിന്റെ ഫുൾ കോഴ്സ് നടക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ നിങ്ങളുടെ മെന്റേഴ്സിനെയോ അല്ലെങ്കിൽ 906-195-4230 എന്ന നമ്പറിൽ വിളിച്ച് അറിയിക്കുക. 15 പേർക്ക് മാത്രമേ നമുക്ക് അവിടെ അഡ്മിഷൻ കൊടുക്കാൻ പറ്റുകയുള്ളൂ. ലിമിറ്റഡ് ആയിട്ടുള്ള സ്പേസ് ആണ് അവിടെ ഉള്ളത്. അതുകൊണ്ടാണ്. അപ്പം ആദ്യം ബുക്ക് ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും സീറ്റ് ലഭിക്കുന്നതാണ്. അതുപോലെ നമ്മുടെ മിസിയോ ഭവനിൽ നമുക്കറിയാം ലോക സുവിശേഷവൽക്കരണത്തിന് വേണ്ടി അതുപോലെ മിഷന് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്ന ഒരു ഭവനമാണത്. അപ്പം അവിടെ 1-2 ദിവസം വന്ന് താമസിച്ച് ലോക സുവിശേഷവൽക്കരണത്തിന് വേണ്ടി അതുപോലെ ഭാരത മിഷന് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കാൻ തയ്യാറുള്ള ആളുകൾക്ക് വന്ന് അവിടെ താമസിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ്. നമുക്കവിടെ വികാരണ ആരാധനയും ഒക്കെ ഉണ്ട്. അവിടെ വന്നിരുന്ന് സൈലന്റ് ആയിട്ടിരുന്ന് പ്രാർത്ഥിക്കാം. എങ്ങനെ വേണമെങ്കിലും കുടുംബമായിട്ടോ അല്ലാതെയോ ഒക്കെ വന്നിരുന്ന് പ്രാർത്ഥിക്കാനുള്ള സൗകര്യം അവിടെ ഉണ്ടെന്ന കാര്യം അറിയിക്കുന്നു. അതുപോലെ നമുക്ക് മിസിയോ വൈബ്സ് എന്ന് പറയുന്ന ഒരു പബ്ലിക്കേഷൻ ഉള്ളതായിട്ട് നിങ്ങൾക്ക് അറിയാമല്ലോ. അത് നമ്മൾ എല്ലാ മാസവും പബ്ലിഷ് ചെയ്യുന്നതാണ്. അത് വായിക്കാൻ പരിശ്രമിക്കുക. അത് വീഡിയോ ആയിട്ട് ഞങ്ങൾ പബ്ലിഷ് ചെയ്യാനായിട്ടുള്ള പരിശ്രമം നടത്തുന്നുണ്ട്. ഈ എപ്പിസോഡ് ഇപ്രാവശ്യത്തെ ഇംഗ്ലീഷ് എപ്പിസോഡ് വീഡിയോ ആയിട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് യൂട്യൂബിൽ നമ്മുടെ യൂട്യൂബ് ചാനലിലുണ്ട്. അതുപോലെ ഇനിയും മുമ്പോട്ട് ഡിസംബർ മാസത്തിൽ 16 മുതൽ 21 വരെ, ജനുവരി മാസത്തിൽ 13 മുതൽ 18 വരെ, ഫെബ്രുവരി മാസത്തിൽ 7 മുതൽ 12 വരെ, ഇങ്ങനെയാണ് നമ്മളിപ്പോൾ കോഴ്സ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. അത് നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടാകും എന്ന് കരുതുന്നു. അപ്പോൾ ദൈവം എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഞങ്ങളെ എല്ലാരെയും നല്ലപോലെ ഗൈഡ് ചെയ്യുന്ന ടോമിച്ചൻ ചേട്ടൻ ഇപ്പൊ അനൗൺസ്മെന്റ് തന്നതിന് ഒത്തിരി നന്ദിയുണ്ട്. താങ്ക് യു ടോമിച്ചൻ ചേട്ടാ. അടുത്തതായിട്ട് നമ്മുടെ വൈൻഡ് അപ്പ് സെഷന് നമ്മുടെ പ്രൊഫസർ ആലിസ് കുട്ടി ചേച്ചിനെ ക്ഷണിക്കുന്നു. താങ്ക് യു ദിവ്യ, താങ്ക് യു. നമ്മള് ഈ നാളുകളിലെല്ലാം ഒരുങ്ങിക്കൊണ്ടിരുന്നത് ഇതിനു വേണ്ടിയായിരുന്നു എന്നുള്ളത് നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ, അല്ലേ? അതായത് നമ്മള് ഈ കഴിഞ്ഞ ആഴ്ചകളിലൂടെ ഒക്കെ കേട്ടത് ഇതിലേക്ക് നമ്മളെ കൊണ്ടുവരികയായിരുന്നു. ഈശോ വരുന്നതിന് മുമ്പ് തന്നെ സ്നാപയോഹന്നാൻ പറഞ്ഞില്ലേ, എന്റെ പിന്നാലെ വരുന്നവൻ പരിശുദ്ധാത്മാവിൽ നിങ്ങളെ അഭിഷേകം ചെയ്യും. ഈശോ വന്നിട്ട് പറഞ്ഞു അവർക്ക് ജീവൻ ഉണ്ടാകാനും അത് സമൃദ്ധമായി ഉണ്ടാകാനും വേണ്ടി ഞാൻ വന്നത്. പിന്നെ നമ്മൾ കേട്ടു ജോഷിയുടെ പ്രസന്റേഷനിലൂടെയും ടെസ്റ്റിമണിയിലൂടെയും പ്രസന്റേഷനിലൂടെയും പ്രൊക്ലമേഷൻ എല്ലാത്തിലൂടെയും നമുക്ക് മനസ്സിലായി പരിശുദ്ധാത്മാവ് എന്താ ചെയ്യുന്നതെന്നും എന്തിനാണെന്നൊക്കെ. പിന്നെ അവര് റെഫർ ചെയ്തതാണ് അപ്പോസ്തല പ്രവർത്തനം 10-ാം അധ്യായത്തില് വിജാതീയനായ കൊർണേലിയൂസിന്റെ വീട്ടില് പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ, പത്രോസ് അവിടെ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് അവരുടെ എല്ലാവരുടെയും മേൽ വന്ന് വസിച്ച കഥയൊക്കെ പലതെല്ലാം നമ്മൾ കേട്ടു. അപ്പൊ നമ്മൾ ഈ ആഴ്ചയിൽ നമുക്കറിയാം, നമ്മള് മാമോദീസ മുങ്ങിയപ്പോൾ സ്ഥൈര്യലേപനത്തില് നമ്മള് കുർബാന എല്ലാത്തിലും പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നുണ്ട്. എന്നാലും ആ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകവും പ്രവർത്തനവും നമ്മളുടെ സജീവമാകുന്നത്, ഓപ്പറേറ്റീവ് ആകുന്നത് നമ്മള് ആ ഒരുങ്ങുന്നതിന്റെ തോതനുസരിച്ചാണ്. യോഹന്നാൻ സുവിശേഷത്തിൽ 1:12 പറയുന്ന അറിയാമല്ലോ, അവനെ സ്വീകരിച്ചവർക്കെല്ലാം
അവനിൽ വിശ്വസിച്ചവർക്കെല്ലാം ദൈവമക്കളാകാനുള്ള കഴിവ് കൊടുത്തത്. അതായത് പാപങ്ങളെ കുറിച്ച് അനുദപിച്ചേറ്റ് പറയുകയും ജീവിതം പൂർണ്ണമായിട്ട് മണ്ണം കൊണ്ട് സമർപ്പിക്കുകയൊക്കെ ചെയ്ത് കഴിയുമ്പോഴേക്ക് ഈശോ നമ്മളെ ഏറ്റെടുക്കുക. നാളെ ഒരു ഇതിനകത്ത് വായിച്ചത്, അതായത് ഈശോ ഇങ്ങനെ ഒരു ഉദാഹരണം പറയുകയാണ്. ഈശോ ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്ന വഴിയിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ പലതരത്തിലുള്ള ആൾക്കാർ കാറിൽ പോവുക. ആദ്യത്തെ ആള് പോയപ്പോഴോ തിരക്കിട്ട് പോവുക, അങ്ങോട്ടാ പോകുന്നത് മനസ്സിലായി, എന്നാലും കയറ്റാൻ പോയില്ല. രണ്ടാമത്തെ ആള് വന്നിട്ട് പോരുന്നോ എന്ന് ചോദിച്ചു, കയറിയില്ല. മൂന്നാമത്തെ ആള് വന്നപ്പോ കയറ്റി അകത്തിരുത്തി. നാലാമത്തെ ആള് വന്നിട്ട് അങ്ങോട്ട് ഇറങ്ങി അങ്ങോട്ട് ചെന്നിട്ട് സ്വീകരിച്ച് ആ ഡ്രൈവർ സീറ്റിലോട്ട് കയറ്റി ഇരുത്തിയിട്ട് അങ്ങോട്ട് മാറിയിരുന്നത്രയും. അപ്പം ഈശോയുടെ വൈദ്യുതിയിൽ അങ്ങോട്ട് വരുന്നത്. അതായത് ഒരു സമ്പൂർണ്ണ സമർപ്പണത്തിന്റെ കഥയൊക്കെ പറയുന്നതാണ് കേട്ടോ. നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ ഈ ആഴ്ച അതിന് പ്രത്യേകിച്ച് നമുക്ക് രമിച്ചൻ പറഞ്ഞു, ഈ ആഴ്ച നമുക്ക് സബ് ഗ്രൂപ്പ് മീറ്റിംഗ് അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനുള്ളതാ. തമ്പുരാൻ അങ്ങനെ പ്രാർത്ഥിക്കാൻ വേണ്ടി കാത്തിരിക്കുന്നൊന്നുമില്ല കേട്ടോ. ഇപ്പൊ തന്നെ പരിശുദ്ധാത്മാവ് നമുക്ക് തന്നുകൊണ്ടായിരിക്കുന്നത്. നമ്മളെപ്പോഴും നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കേട്ട ക്ഷമയുടെയും ആ കുമ്പസാരത്തിന്റെയും സമർപ്പണത്തിന്റെയും ഒക്കെ കാര്യങ്ങൾ കേട്ടല്ലോ. അപ്പൊ അതൊക്കെ പൂർണ്ണമാകാത്തവര്, നമുക്ക് ജീവിതത്തിൽ ഒരിക്കലും പൂർണ്ണമാകുകയില്ല, ജീവിതകാലം മുഴുവൻ നടക്കേണ്ടതാണ്. അപ്പൊ എല്ലാരെയും നമുക്ക് ഏതെങ്കിലും തരത്തില് വിഷമവും അകൽച്ചയുള്ളവരെ പ്രത്യേകം സമർപ്പിച്ച് കർത്താവേ അവരെ അനുഗ്രഹിക്കണേ എന്ന് നമുക്ക് പ്രാർത്ഥിച്ച് നമ്മളിലൂടെ അവിടുത്തെ സ്നേഹം ഒഴുകാൻ അനുവദിക്കാം. അതുപോലെ നല്ലൊരു കുമ്പസാരമൊക്കെ കഴിക്കാൻ അവസരം കിട്ടിയിട്ടില്ലെങ്കിൽ ശരിക്ക് ഒന്ന് കുമ്പസാരിക്കുകയും കുമ്പസാരിച്ചവര് ഒന്നുകൂടെയൊക്കെ ആ പാപങ്ങളെ കുറിച്ചൊക്കെ അനുഭവിച്ച് തമ്പുരാന്റെ കരങ്ങളിൽ ജീവിതം അങ്ങോട്ട് കൊടുത്ത് മുഴുവൻ അങ്ങോട്ട് വെച്ചു കൊടുക്കാം. കർത്താവ് പരിശുദ്ധാത്മാവിനെ അങ്ങോട്ട് വന്നിട്ട് പറഞ്ഞില്ല. പരിശുദ്ധാത്മാവൊക്കെ നമ്മൾ പ്രസന്റേഷൻ വിശദമായിട്ട് ക്ലിയർസ് പറഞ്ഞു. അതായത് പരിശുദ്ധാത്മാവ് വരുമ്പോ എന്താ സംഭവിക്കുക, വരുന്ന വരദാനങ്ങൾ എന്തൊക്കെയാ, ഈശോയെ പോലെ ജീവിക്കാൻ ആത്മാവിനെ നയിക്കുന്നവർ ദൈവമക്കളാകും, വരദാനങ്ങൾ ലഭിക്കുമൊക്കെ പറഞ്ഞു. നമുക്ക് അതിനുവേണ്ടി നല്ലോണം ദാഹിക്കാം. കർത്താവാണെ കൊതിച്ചിരിക്കുക പരിശുദ്ധാത്മാവിനെ നമുക്ക് തരാന്. അപ്പം നമ്മുടെ ഭാഗത്തു നിന്നും അതിന് തയ്യാറായി ഒന്ന് കൈനീട്ടി സ്വീകരിക്കാൻ തയ്യാറാകുന്ന നിമിഷത്തിന് ശരിക്ക് പരിശുദ്ധാത്മാവിനാൽ നമ്മളങ്ങോട്ട് നിറയും. പരിശുദ്ധാത്മാവ് നിറഞ്ഞു കഴിയുമ്പോഴേക്ക് പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവമക്കളാണ്. ആ പിതാവെന്നും പരസ്പരം സഹോദരനാണെന്ന് തിരിച്ചറിഞ്ഞ് ലോകം പൊതുഭവനമാണെന്നുള്ള തിരിച്ചറിവോടുകൂടി ആഘോഷമായിട്ട് ജീവിക്കാൻ, അതാണ് ക്രിസ്തീയ ജീവിതത്തിന്റെ ആ പുത്രരും യേശു ക്രിസ്തുവിനോടൊപ്പം കൂട്ടവകാശികളും ദൈവത്തിന്റെ മക്കളും കൂട്ടവകാശികളുമായിട്ട് ആഘോഷമായിട്ട് ജീവിക്കാൻ ഈ ആഴ്ച അതിനുള്ള അവസരമാകട്ടെ. അത് കഴിയുമ്പോൾ എന്താ സംഭവിക്കുക എന്നുള്ളത് അടുത്ത ആഴ്ചയിലൊക്കെ കേൾക്കാം. ഈ ഒരാഴ്ച ആ ഒരു പരിശുദ്ധാത്മാവിന്റെ വലിയൊരു അഭിഷേകത്തിന് വേണ്ടി, പ്രത്യേകിച്ച് നിങ്ങളുടെ പ്രെയർ പാർട്ട്നേഴ്സിന് വേണ്ടി, നിങ്ങളുടെ സബ് ഗ്രൂപ്പുകളിലുള്ളവർക്ക് വേണ്ടി, നമ്മുടെ ഈ കോഴ്സിൽ പങ്കെടുക്കുന്ന രജിസ്റ്റർ ചെയ്തിട്ടുള്ള എല്ലാവർക്കും, ഇന്ന് വരാൻ പറ്റാത്തവരും യൂട്യൂബിലൂടെ കാണുന്നവരും ഇതിലൊന്നും ഇല്ലാത്തവർ കാണുന്നവരും എല്ലാവരും പരിശുദ്ധാത്മാവിൽ നിറയാൻ. നമുക്കറിയാം ഇന്നത്തെ ലോകത്തിൽ ഒരുപാട് പ്രശ്നം പിടിച്ചു 3-ാം ലോകമായിട്ട് ഇങ്ങനെ നിൽക്കുന്നതല്ലേ നമ്മൾ കാണുന്നത്. ഇതിനെല്ലാം ഉള്ള പ്രതിവിധി ഈ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് ദൈവമക്കളായി ജീവിച്ചുകൊണ്ട് ദൈവരാജ്യം സ്ഥാപിതമാകുന്നതാണെന്ന് നമുക്കറിയാം. അപ്പം സ്റ്റാർട്ട്സ് വിത്ത് അസ്. അപ്പം നമ്മൾ ഓരോരുത്തരും പരിശുദ്ധാത്മാവിനാൽ നിറയുന്നതിനും നമ്മോട് കൂടെയുള്ള എല്ലാവർക്കും ഈ പരിശുദ്ധാത്മാവിന്റെ നിറവ് ലഭിക്കുന്നതിനും, അങ്ങനെ നമ്മളൊക്കെ പുളിമാവ് പോലെ ആ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ട് ദൈവമക്കളായിട്ട് ഈ ലോകത്തെ ദൈവരാജ്യമാക്കി തീർക്കാൻ ഇടയാകട്ടെ. നമ്മുടെ ഭാഗം നമുക്ക് ചെയ്യാം. ബാക്കി കർത്താവ് ഇല്ലേ, ഈശോ പറഞ്ഞില്ലേ, നിങ്ങൾ എന്നിൽ വസിക്കുമെങ്കിൽ ധാരാളം ഫലം പുറപ്പെടുവിക്കും. ഈശോയിൽ വസിക്കുന്നത് ഈ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച് പരിശുദ്ധാത്മാവിനെ നയിക്കപ്പെടുന്ന വഴിയാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെയൊക്കെ ജീവിതങ്ങള് ഈ ലോകത്തില് ഇവിടെ സ്വർഗരാജ്യം ദൈവരാജ്യം കൊണ്ടുവരുന്നതിന് ഇടയാകത്തക്കവണ്ണം രൂപാന്തരപ്പെടാന് പരിശുദ്ധാത്മാവ് നമ്മളെ എല്ലാരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. നന്നായിട്ട് ദാഹിക്കാം, ഒരുങ്ങാം, ആഗ്രഹിക്കാം. നമുക്ക് പ്രാർത്ഥനയില് സബ് ഗ്രൂപ്പ് മീറ്റിങ്ങിലെ പ്രാർത്ഥനയിൽ നമുക്ക് എല്ലാവർക്കും പങ്കെടുക്കാം. ഇന്ന് തന്നെ, ഇന്നാണ് ആ പ്രസന്റേഷൻ കഴിഞ്ഞുകൊണ്ട് സീന നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. നമുക്ക് ഈ ഒരു പ്രാർത്ഥന, പരിശുദ്ധാത്മാവെ എന്നിൽ വന്ന് നിറയണമേ, അവിടുത്തെ വരദാനങ്ങളാൽ എന്നെ നിറയ്ക്കണമേ, അങ്ങനെ ദൈവമകളായിട്ട് ദൈവമകനായിട്ട് ജീവിക്കാൻ
അനുഗ്രഹിക്കണമെന്നൊക്കെ നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ. ആമേൻ. ആലിസ് കുട്ടി ചേച്ചി എന്നും നമ്മുടെ മിസിയോ കുടുംബത്തിലെ നമ്മളെല്ലാവർക്കും വേണ്ടി ഒരു പ്രകാശമായിട്ട് എല്ലാം നല്ല മെസ്സേജ് ഇപ്പൊ പരിശുദ്ധാത്മാവിനെ കുറിച്ച് നല്ല മെസ്സേജ് കൊടുക്കാനും നമ്മളെ എല്ലാം ഒരുക്കാനും ആലിസ് കുട്ടി ആന്റി എപ്പോഴും ഒരു മുൻഗണന എടുക്കണം. താങ്ക് യു ആലിസ് ആന്റി. എപ്പോഴും ഞങ്ങൾക്കെല്ലാം പ്രചോദനം തരാനും ഞങ്ങളുടെ മെന്റേഴ്സിനെയൊക്കെ ഗൈഡ് ചെയ്യുന്ന ആലിസ് ആന്റിക്ക് ഞങ്ങൾ പ്രത്യേകം നന്ദി പറയുന്നു. നമ്മൾ അടുത്ത ക്ലോസിംഗ് മെസ്സേജിനായിട്ടും പ്രെയർ ആൻഡ് ബ്ലെസ്സിങ്ങിനായിട്ട് ഫാദർ സേവിയർ മന്ത്രാനെ ക്ഷണിക്കുന്നു. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാനൊന്ന് ഇടയ്ക്കൊന്ന് മന്ത്രയൊക്കെയാണ്, ഞാൻ മൊത്തത്തിലൊരു മന്ത്രയാണ്. കേക്കാലോ അല്ലേ? അമേരിക്കക്കാരി ആയതുകൊണ്ടാണ് അച്ഛാ അത് വായിക്കുമ്പോ അങ്ങനെ വരുന്നതാ. കുഴപ്പമില്ല. ഞാനിവിടെ ആന്ധ്രയില് ചിലരോട് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ സേവിയർ മാന്ത്ര എന്ന് ചോദിക്കുമ്പോൾ ഈ മരിച്ചുപോയ മാർപ്പിടി ജോജി ആർച്ച് ബിഷപ്പ് എന്നോട് ചോദിച്ചു, വേർ ആർ യു ഫ്രം? ആന്ധ്രാപ്രദേശ്. സേവിയർ സാം മാന്ത്ര. പെട്ടെന്ന് പറയുമ്പോൾ സേവിയർ ഫ്രം ആന്ധ്ര എന്ന് അവർ കേൾക്കുന്നത്. അന്നേരം സേവിയർ സാം മാന്ത്ര എന്ന് ഞാൻ സെപ്പറേറ്റ് ചെയ്ത് പിന്നെ പറയേണ്ടി വരും. പിന്നെ സേവിയർ എന്ന് ഞാൻ പേര് പറയുമ്പോൾ ഇവർക്ക് സേവിയർ എന്ന് പേര് കേട്ടിട്ടില്ല. അതുകൊണ്ട് പിന്നെ എന്നെ ഫാദർ ശേഖർ എന്ന് വിളിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. സോ ദർ ഈസ് നോ വണ്ടർ നിങ്ങൾ അങ്ങനെ മിസ്പ്രൊനൗൺസ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഒരുപാട് സന്തോഷം. ഇറ്റ്സ് ഗുഡ്. എനിവേ ഒരുപാട് സന്തോഷം. അവർക്കെല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. ഒന്ന് ചിരിക്കാൻ പറ്റി. എൻ്റെ പേര് അങ്ങനെ പ്രൊനൗൺസ് ചെയ്ത് കേട്ടപ്പം എല്ലാവർക്കും ചിരിക്കാനൊരു അവസരവും കൂടെ കിട്ടിയെന്നുള്ളതാണ്. എനിവേ താങ്ക് യു സോ മച്ച്. ഞാൻ പരിശുദ്ധാത്മാവിൻ്റെ ഒരു സെഷനായിരുന്നു നമ്മൾ കഴിഞ്ഞു പോയത്. നമ്മുടെ ക്ലീറ്റസ് ചേട്ടൻ നല്ല അടിപൊളിയായിട്ട് നല്ല ആ ഒരു കോൺഫിഡൻസ് ഒക്കെ ക്ലീറ്റസ് ചേട്ടന് വന്നു. സീന ചേച്ചി തൊട്ടടുത്ത് നിന്ന് സപ്പോർട്ട് ചെയ്യുന്നൊക്കെ ഉണ്ടായിരുന്നു. ഇത് ഞാൻ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയും, പരിശുദ്ധാത്മാവിൻ്റെ ക്ലാസ്സിനെ കുറിച്ച് പറഞ്ഞു വരുമ്പോൾ ഒരു ചെറിയൊരു കാര്യം പറഞ്ഞിട്ട് മിഷനിൽ ഞാൻ അനുഭവിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ സഹായം ഞാൻ അനുഭവിക്കുന്നത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് അങ്ങ് നിർത്തിക്കോളാം. ഞാൻ നേരത്തെ കൈ പൊക്കിയായിരുന്നു. ആലിസുട്ടി എനിക്ക് മുന്നേ ഒന്ന് കടത്ത് കയറാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് ശ്രമിച്ചായിരുന്നു, പക്ഷെ മിസ്സായിപ്പോയി. കുഴപ്പമില്ല. എനിവേ ഞാൻ ഇവിടെ ആന്ധ്രാപ്രദേശിൽ ഞാൻ തെലുങ്ക് സംസാരിക്കും. എനിക്കതിൻ്റെ ഗ്രാമറൊന്നും അറിയില്ല. ഗ്രാമർ അറിയില്ല, എഴുതാൻ അറിയില്ല, വായിക്കാൻ അറിയില്ല. പക്ഷെ ഞാൻ ഇവിടെയുള്ള ആൾക്കാരോട് ഞാൻ തെലുങ്ക് സംസാരിക്കും, അവർക്കും മനസ്സിലാവും. സുവിശേഷം പ്രഘോഷിക്കും, അവർ കണ്ണിമ വെട്ടാതെ അവർ കേട്ടിരിക്കും. എന്നോട് അതൊന്ന് വായിക്കാൻ പറഞ്ഞാൽ എനിക്ക് സത്യമായിട്ട് അറിയത്തില്ല. ലെറ്റേഴ്സ് ഒക്കെ അറിയാം, പക്ഷെ കൂട്ടി വായിക്കാൻ അറിയില്ല. ഗ്രാമർ ഒട്ടും അറിയില്ല. ഇവിടുത്തെ ഗ്രാമർ നമ്മുടെ നാട്ടിലെ പോലെ ഗ്രാമർ അല്ല, അത് വളരെ വ്യത്യസ്തമാണ്. ആണുങ്ങളോട് സംസാരിക്കുന്ന ഒരു രീതി, പെണ്ണുങ്ങളോട് സംസാരിക്കുന്ന ഒരു രീതി. അന്നേരം ഇപ്രാവശ്യം പിതാവ്, ഞങ്ങളുടെ പ്രിൻസ് പിതാവ് ഞങ്ങളുടെ രൂപതയുടെ ഭരണം ഏറ്റെടുത്ത് കഴിഞ്ഞപ്പോൾ എന്നോട് ചോദിച്ചു, അച്ഛന് തെലുങ്ക് അറിയാവോ? ഞാൻ പറഞ്ഞു, പിതാവെ എനിക്ക് സംസാരിക്കാൻ കുറച്ചൊക്കെ അറിയാം, പക്ഷേ അത് പൂർണ്ണമായിട്ട് അറിയാമെന്ന് ഞാൻ പിതാവിനോട് പറയില്ല. ഞാൻ എൻ്റെ ബലഹീനത ഞാൻ ഏറ്റുപറയുകയാണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, പിതാവെ എനിക്ക് എഴുതാനും വായിക്കാനും അറിയില്ല. എന്നിട്ട് പിതാവിനെ വാൺ ചെയ്തു, നീ എത്രയും പെട്ടെന്ന് പഠിക്കണം. ഞാൻ പറഞ്ഞു, പിതാവെ എന്നെ ആ വില്ലേജിൽ തന്നെ ഒരു 10-15 വർഷത്തേക്ക് ഇടുവാണെങ്കിൽ കുഴപ്പമില്ല, കാരണം എൻ്റെ വില്ലേജിലുള്ളവർക്ക് എൻ്റെ തെലുങ്ക് മനസ്സിലാവും, ഞാൻ എന്താണ് മീൻ ചെയ്യുന്നത് അവർക്ക് മനസ്സിലാവും. പക്ഷെ ഒരു എലഗൻ്റ് ആയിട്ടുള്ളൊരു കമ്മ്യൂണിറ്റിയോട് എനിക്ക് സംസാരിക്കാൻ അറിയത്തില്ല. ഈ പരിശുദ്ധാത്മാവിൻ്റെ ഭാഷാപരം പല ടങ്ങിൽ നമുക്ക് കിട്ടാറുണ്ട്. ഒരുപക്ഷെ അതുപോലെയൊക്കെ ആയിരിക്കാം ഞാൻ ആഗ്രഹിക്കുന്നത്. എനിക്ക് ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ ഒരു അസിസ്റ്റൻസ് ആണ്. നമ്മുടെ കുറവുകളിൽ തമ്പുരാൻ സഹായിക്കുന്നുണ്ട്. ഇവിടെ വചനം കേൾക്കാനും ദൈവത്തെ അറിയാനുമായിട്ട് കത്തോലിക്കരല്ലാത്ത ഒരുപാട് പേര് വരുന്നുണ്ട്, വെള്ളിയാഴ്ചകളിലും ഞായറാഴ്ചകളിലും ഒക്കെ. ഞാൻ ഇവിടെ വന്നിട്ട് ആകെ മാമോദിസ മുക്കിയിരിക്കുന്നത് 12 പേരെയാണ്. ബാക്കിയുള്ളവരെല്ലാം വരുന്നത് ഒരു 35 പേരോളം വരുന്നത്, അല്ലെങ്കിൽ ചില സമയങ്ങളിൽ 60-65 ഒക്കെ വരുന്നത്. ഇവർക്ക് എൻ്റെ ഭാഷ നോക്കിയിട്ടല്ല, ഇവിടെ വരുന്നവർക്ക് ദൈവാനുഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്, ദൈവത്തെ മനസ്സിലാവുന്നുണ്ട്, ദൈവം എന്താണെന്ന് മനസ്സിലാവുന്നുണ്ട്. അവിടെ പരിശുദ്ധാത്മാവാണ് പ്രവർത്തിക്കുന്നത്. സേവ്യറച്ചൻ്റെ ക്വാളിഫിക്കേഷൻ ഓഫ് ഡിഗ്രി അല്ല അവിടെ നോക്കുന്നത്. സേവ്യറച്ചൻ്റെ ക്വാളിഫിക്കേഷൻ ഓഫ് അക്കാഡമിക് അച്ചീവ്മെന്റ്സ് അല്ല അവിടെ നോക്കുന്നത്.
അല്ലെങ്കിൽ ആ മുക്കുവന്മാര് ഈ ലോകത്തിന്റെ നാനാഭാഗങ്ങളിലും പോയി ഈ കത്തോലിക്ക സഭ ഇത്രയും വളരുമായിരുന്നോ? ഈ തോമാസ് ലീഹ ഭാരതത്തിലേക്ക് വന്നിട്ട് ഇത്രയും ആഴങ്ങളിലേക്ക് ഇത്രയും കുടുംബങ്ങളിലേക്ക് ക്രൈസ്തവ സഭ വളരുമായിരുന്നോ? അവിടെ പരിശുദ്ധാത്മാവാണ് പ്രവർത്തിച്ചത്. ഞാൻ ഇന്ന് ഈ കെട്ടിടത്തിന്റെ പുറത്തിരുന്നോണ്ടാണ് നിങ്ങളോട് സംസാരിക്കുന്നത്, കാരണം റേഞ്ച് ഇല്ല. ഇന്ന് ഇവിടെ ഒരു ഫാമിലി വന്നിട്ടുണ്ട്, മലയാളികളായിട്ടുള്ള രണ്ട് കപ്പിൾസ് വന്നിട്ടുണ്ട്. അവർ വന്ന് ഇവിടെയുള്ളതൊക്കെ കണ്ടിട്ട് ഇത് ഏത് ലോകമാണെന്നുള്ള ചിന്തയിലാണ് അവരിയ്ക്കുന്നത്. അവരേത് ലോകത്തിലാണ് നിങ്ങളൊക്കെ ജീവിക്കുന്നത്? എന്നോട് ആ ചേട്ടൻ എന്നോട് പേഴ്സണലി ചോദിച്ചു, അച്ഛന് തലയ്ക്ക് വല്ല അസുഖമുണ്ടോ ഈ ലോകത്ത് ഇവിടെ വന്ന് കിടക്കാൻ? എന്നെ പേഴ്സണലി അറിയാവുന്ന ചേട്ടനാണ്. അച്ഛന് നാട്ടിലെവിടെയും നാട്ടുവട്ടത്തിന് കൂടെ ഇത്രയും കഷ്ടപ്പാടും സഹിച്ച് ഇത്രയും ബുദ്ധിമുട്ടിൽ ഒന്നും ഇല്ലാത്തടത്ത് വന്ന് കിടക്കണ്ട, അല്ലെങ്കിൽ ഇത്രയും ബോധം ഇല്ലാത്തടത്ത് വന്ന്. പക്ഷെ ഇവിടെ ദൈവത്തെ അറിഞ്ഞിട്ടില്ല, ദൈവത്തെ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് അതിന്റെ ദാഹമുണ്ട്. അത് നമ്മൾ കൊടുക്കാൻ റെഡിയാകുമ്പോൾ, നമ്മൾ ഇറങ്ങാൻ റെഡിയാകുമ്പോൾ നമുക്ക് പറഞ്ഞിട്ടുള്ള നമ്മുടെ സഹായകനെ അവിടെ നിന്ന് തരികയാണ്. അവിടെയാണ് പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കുന്നത്. ഞാന് അഹങ്കാരം പറയുന്നോ അല്ലെങ്കിൽ എൻ്റെ മേന്മ പറയുന്നോ അല്ല. ഞാനിവിടെ വന്ന് ഈ ശുശ്രൂഷ തുടങ്ങിയ സമയത്ത് പ്രാർത്ഥിക്കാൻ വരുന്നവര് എൻ്റെ യോഗ്യതകളും അല്ല കേട്ടോ. ഐ കൺഫസ്, ഞാനത് ഏറ്റുപറയാണ്. എൻ്റെ യോഗ്യതയോ എൻ്റെ കഴിവോ എൻ്റെ വിശുദ്ധിയോ ഒന്നും അല്ല ഞാൻ പറയുന്നത്. തമ്പുരാൻ ഇടപെടുന്ന മേഖലകൾ ഞാൻ പറയുന്നത്. ഇവിടെ ഓരോരുത്തർ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ, കുർബാന കഴിഞ്ഞിട്ട് ആരാധന എഴുന്നള്ളിച്ച് അവരുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഇവിടെ ഒരുപാട് കൂടോത്രവും മന്ത്രവാദവും അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അവർക്ക് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ അവർക്ക് വിടുതൽ ലഭിക്കുകയാണ്. അത് എൻ്റെ മേന്മയല്ല, എനിക്ക് നൽകിയ പൗരോഹിത്യത്തിന്റെ കൃപയിൽ പരിശുദ്ധാത്മാവ് അത് ചെയ്യുന്നു എന്നുള്ളതാണ്. അത് ഞാൻ അക്വയർ ചെയ്ത, ഞാൻ നേടിയെടുത്ത ഒന്നല്ല, അത് ദാനമായിട്ട് തന്നതാണ്. അന്നേരം അത് ദാനമായിട്ട് ഞാൻ അവർക്ക് ആ ഒരു സ്വാതന്ത്ര്യം കൊടുത്തു കഴിയുമ്പോൾ ഈ പരിശുദ്ധാത്മാവിനെ അല്ലെങ്കിൽ സഭ വളരത്തില്ല. ഇവിടെ ഇത്രയും പേര് ഇങ്ങനെ വന്നു പോകണമെന്നുണ്ടെങ്കിൽ, പ്രാർത്ഥിച്ചാൽ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അത് സാധിക്കുന്നുണ്ടെന്നുള്ള ആ ഒരു ബോധ്യം വരുന്നത് എങ്ങനെയാണ്? തമ്പുരാന്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നതിലൂടെയാണ്. അത് ഞാൻ വീണ്ടും അത് കൺഫസ് ചെയ്യാണ്. ആ പവർ പരിശുദ്ധാത്മാവ് തന്നെയാണ്. പരിശുദ്ധാത്മാവ് എന്ന സഹായകനെയാണ്. ഒരുപക്ഷെ നമ്മൾ ആകെ ചെയ്തു കൊടുക്കുന്നത് നമ്മൾ അനുവദിച്ചു കൊടുക്കുകയാണ്. തമ്പുരാനെ നിന്റെ പ്രവർത്തികൾ നിറവേറുവാൻ എന്നെ ഇൻസ്ട്രുമെന്റ് ആക്കണേ, എന്നെ ഒരു ഉപകരണം ആക്കണേ എന്നുള്ള ആ ഉപകരണം ആകാൻ പോലുമുള്ള യോഗ്യതയൊന്നും നമുക്കില്ല. പക്ഷെ പരിശുദ്ധാത്മാവ് അവിടെ പ്രവർത്തിക്കുന്നു. ചില ദിവസങ്ങളിലൊക്കെ ഞാൻ ആകെ വിഷമിച്ചു പോയിട്ടുണ്ട്. എങ്ങനെയാണ് ഇവർക്ക് ഉത്തരം കൊടുക്കേണ്ടത്? കഴിഞ്ഞ ദിവസം കുർബാനയുടെ ഇടയ്ക്ക് എന്തോ ഒരു മെസ്സേജ് എൻ്റെ മനസ്സിലേക്ക് വന്നു. ഞാനത് അതുപോലെ തന്നെ അങ്ങ് പറഞ്ഞു. അത് ഞാൻ ആഗ്രഹിച്ചിട്ട് പറഞ്ഞല്ല കേട്ടാ. ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ചിന്തിച്ചു, ദൈവമേ എന്തിനു ഞാനിത് പറഞ്ഞു, എന്തിനു പറയണമായിരുന്നു? ഇത് ഇനി എൻ്റെ മാനുഷികമായ ചിന്തയാണോ എന്ന് പോലും ഞാൻ ചിന്തിച്ചു പോയി. 4 ദിവസം കഴിഞ്ഞപ്പോൾ, അതായത് ഇവിടെ ഇടയ്ക്കൊക്കെ കല്യാണങ്ങൾ നടക്കുമ്പോൾ, എന്തെങ്കിലും പ്രോഗ്രാം ഒക്കെ നടക്കുമ്പോൾ അവർ ചെറിയ DJ പാർട്ടി പോലെ വെക്കാറുണ്ട്. വില്ലേജിൽ എല്ലാവർക്കും ഒരു സന്തോഷം കിട്ടാൻ വേണ്ടിയിട്ട് ഒരു DJ പാർട്ടി പോലെ വെക്കാറുണ്ട്. ഞാൻ കുർബാന പ്രാർത്ഥനകളുടെ ഇടയ്ക്ക് എനിക്ക് ഈ ഒരു മെസ്സേജ് കിട്ടിയിട്ട് ഞാൻ അതുപോലെ അങ്ങ് പറയുകയാണ്. DJ പാർട്ടി, യൂത്ത്, അതിട്ട് നിങ്ങൾ ഇങ്ങനെ ഒരുമിച്ച് വരുന്നു, അതൊരു വഴക്കിലേക്ക് മാറുന്നു, പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഈ വില്ലേജിൽ 2 ഗ്രൂപ്പിസമായിട്ട് തിരിഞ്ഞ് ഒരു വലിയ വഴക്കുണ്ടാകേണ്ടത് തെന്നി മാറിപ്പോയി എന്നുള്ളതാണ്. ഞാൻ ആൾക്കാരോട് പറഞ്ഞു നിങ്ങൾ പ്രാർത്ഥിക്കും. 4 ദിവസം കഴിഞ്ഞപ്പോൾ എന്നോട് പറയാണ് ആൾക്കാർ വന്നിട്ട്, അച്ഛൻ പറഞ്ഞ അതുപോലെ തന്നെ സംഭവിച്ചിട്ടാ. ഞാൻ അന്നേരത്തേക്ക് ഞാൻ ശരിക്കും വിചാരിച്ചെന്താണെന്നറിയോ? ഞാൻ മാനുഷികമായിട്ട് ചിന്തിക്കുന്നതാണ്, ഞാൻ മാനുഷികമായിട്ട് പറയുന്നതാണ്, ഞാൻ അങ്ങനെ പറയണമായിരുന്നോ, ഞാൻ പറഞ്ഞത് തെറ്റിപ്പോയോ എന്നൊക്കെ ഞാൻ വിഷമിച്ചിരിക്കുമ്പോൾ തമ്പുരാൻ അത് കൺഫേം ചെയ്തു തരുമായിരുന്നു. നോക്കിയേ, തമ്പുരാന്റെ പ്രവർത്തനം, പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം. പ്രിയപ്പെട്ടവരെ, ഒരുപാട് സന്തോഷമുണ്ട്. എന്നെ നിങ്ങൾ ഈ ഗ്രൂപ്പിലൂടെയൊക്കെ ഒരുപാട് ബലപ്പെടുത്തുന്നുണ്ട്, ശക്തിപ്പെടുത്തുന്നുണ്ട്. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം എനിക്ക് ഒരുപാട് ലഭിക്കുന്നുണ്ട് നിങ്ങളിലൂടെയൊക്കെ. എൻ്റെ കഴിവുകളോ എൻ്റെ മേന്മയോ ഒന്നും അല്ലെന്ന് ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ്. ഞാൻ ഒരു കാര്യം കൂടെ ഇതിനോട് ആഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, മിസ്സിയോ എന്ന് പറയുന്നത് ഒരു ലൈറ്റ് ഹൗസ് ആണ്. മിസ്സിയോ ഭവൻ എന്ന് പറയുന്നത്, അവിടെ മിസ്സിയോ എന്ന് പറയുന്ന ഒരു ലൈറ്റ് ഹൗസ് ആണ്. ഒരുപക്ഷെ സുറിയാനിൽ പറയുകയാണെങ്കിൽ ബേത്സ് റൗമ എന്ന് പറയും. പ്രകാശ ഗോപുരം, ലൈറ്റ് ഹൗസ്, ഒരു കുന്നും മുകളിൽ പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുള്ള ഒരു പ്രകാശ ഗോപുരം, ലോകത്തിന് മുഴുവൻ പ്രകാശം നൽകാൻ വേണ്ടി മാറ്റിവെക്കപ്പെട്ട ഒരു ഭവനമാണിത്. അവിടെ നിന്ന് നമുക്ക് ഈ ലഭിക്കുന്ന ഈ തീഷ്ണതകളൊന്നും ഈ സ്വീകരിക്കുന്നവരാരും വെറുതെ അങ്ങ് സ്വീകരിച്ച് കളയരുത്. സുവിശേഷം പ്രഘോഷിക്കാത്തവന് ദുരിതം. അതൊക്കെ നമുക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നതാണ്. പരിശുദ്ധാത്മാവിനെ നമുക്ക് ഓൾറെഡി ലഭിച്ചു കഴിഞ്ഞതാണ്. നമ്മളൊന്ന് റീജുവിനേറ്റ് ചെയ്യുകയാണ്, റീകിൻഡിൽ ചെയ്യുകയാണ്.
ഈ ചാരം മൂടിക്കിടക്കിയതിനെ ഒന്ന് ഊതിയെടുക്കുകയാണ്. അന്നേരം അതിന് നമ്മൾ ഈ ആഴ്ചകളിലുള്ള നമ്മുടെ പരിശീലന പദ്ധതിയുടെ ഭാഗമായിട്ട് നമ്മളെ തന്നെ ഒന്ന് ഒരുക്കണം, കുമ്പസാരിച്ച് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ. അടുക്കള പണിയെടുക്കുമ്പോഴാകുമ്പോഴും കൂടെ വർക്ക് ചെയ്യുന്നവരോട് സംസാരിക്കുമ്പോഴാകുമ്പോഴും ഒക്കെ നമ്മുടെ ഉള്ളിൽ ഈ തീഷ്ണത ഉണ്ടാകണം. എൻ്റെ ഉള്ള പരിശുദ്ധാത്മാവിനെ ഞാൻ ഊതി കത്തിക്കുകയാണ്. അത് അടുത്തവന് കിട്ടണം, എന്നിൽ നിന്ന് അടുത്തവനിലേക്ക് പ്രവേശിക്കണം. അത് ഒരു അതിങ്ങനെ കനലിനോട് ചേരുന്ന പോലെ അടുത്തിങ്ങനെ ഇങ്ങനെ ചേർന്ന് പോകണം. പ്രിയപ്പെട്ടവരെ, ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുകയല്ല, ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഞാൻ ഒരുപാട് സന്തോഷത്തോടു കൂടി ഒരു കാര്യം അനൗൺസ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ഈ കൂട്ടായ്മയിലൂടെ പരിചയപ്പെട്ടിട്ടുള്ള, നമ്മുടെ ഈ മിസിയോ കോഴ്സുകളിലൂടെ പരിചയപ്പെട്ടിട്ടുള്ള ഒരു 4 പേര് ഈ അടുത്ത വെള്ളിയാഴ്ച എൻ്റെ കൂടെ എൻ്റെ മിഷൻ പ്രദേശം കാണാൻ വരുന്നുണ്ട്. ഇവരെയൊക്കെ പരിശുദ്ധാത്മാവാണ് പ്രചോദിപ്പിക്കുന്നത്. എനിക്ക് ഒരുപാട് അവരെടുക്കുന്ന ത്യാഗങ്ങൾ, അവരാഗ്രഹിച്ച ആ സമയം മുതൽ അവർ പ്രാർത്ഥനയിലും ഒരുക്കത്തിലും ഒക്കെയാണ്. അവരുടെ ആ ഒരു ആഗ്രഹം, തീഷ്ണത. നമ്മുടെ മിസിയോ ഭവനോ മിസിയോ കോഴ്സോ ഒന്നും ആരെയും റെസ്ട്രിക്റ്റ് ചെയ്യാറില്ല. അവർക്ക് ലഭിച്ചേക്കുന്ന വെളിച്ചത്തിൽ നടക്കാൻ അനുവദിക്കുന്ന ഒരു കൂട്ടായ്മയാണ് നമ്മുടേത്. നിങ്ങൾ അങ്ങനെ ചെയ്യരുത്, അങ്ങനെ ചെയ്യണമെന്നൊന്നും പറഞ്ഞ് റെസ്ട്രിക്റ്റ് ചെയ്യുന്ന ഒരു കൂട്ടായ്മയല്ല. പക്ഷെ അതുകൊണ്ട് തന്നെ കുറെ പേര് നമുക്ക് എതിരായിട്ടൊക്കെ തിരിച്ചു പോകാറുണ്ട്, നമ്മളെ വേദനിപ്പിക്കാറുണ്ട്. പക്ഷെ അതൊന്നും നമ്മൾ കണക്കിലെടുക്കാതെ അവരെ നയിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ വഴികളിലൂടെ നയിക്കാൻ അവരെ അനുവദിക്കുന്നുണ്ട്. ഈ വരുന്ന വ്യാഴാഴ്ച ഞാനും അവരുമൊക്കെ ഒരുമിച്ച് നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നുണ്ട്. ഞങ്ങൾ മിസിയോയിൽ നിന്നാണ് യാത്ര ആരംഭിക്കുന്നത്. മിസിയോയിൽ പറ്റുവാണെങ്കിൽ ആലിസുട്ടി ആൻറ്റിയോട് കൂടെ അവിടെ ഒരു വിശുദ്ധ ബലിയൊക്കെ അർപ്പിച്ചിട്ട് ഞങ്ങൾ യാത്ര ആരംഭിക്കും. വെള്ളിയാഴ്ച ഞങ്ങൾ ഇവിടെ എത്തിച്ചേരും. അവര് വെള്ളിയാഴ്ച വൈകുന്നേരവും ശനിയാഴ്ച ഇവിടെ ഒരു കൺവെൻഷൻ പോലെയുണ്ട്, അതിലും പങ്കെടുക്കും. ഞായറാഴ്ച വിശുദ്ധ കുർബാനയ്ക്ക് ശേഷമായിരിക്കും മിക്കവാറും ഞങ്ങൾ തിരിച്ച് ഇവിടെ നിന്ന് നാട്ടിലേക്ക് പോരുക. ഒരു ആഗ്രഹം അവരുടെ ഉള്ളിൽ കത്തിച്ചു കൊടുത്തേക്കുന്ന ആ തിരി, അത് വേറെ ആരുടെയും ഒരു ഫോഴ്സ് അല്ല. അവരുടെ വീട്ടിൽ നിന്ന് അനുവാദം കിട്ടാനൊക്കെ അവരെടുത്തേക്കുന്ന പ്രയത്നങ്ങളുണ്ടല്ലോ, അവരെടുത്തേക്കുന്ന വേദനകൾ, വിഷമങ്ങളൊക്കെ ഉണ്ടല്ലോ. ചിലപ്പോൾ ഒരുപക്ഷെ ജീവിത പങ്കാളിയൊക്കെ ചിലപ്പോൾ എന്തിനു നിനക്ക് പ്രാന്താണോ എന്നൊക്കെ ചോദിക്കുന്ന ജീവിത പങ്കാളികളൊക്കെ ഉണ്ട്. പക്ഷെ അതിനെയൊക്കെ അതിജീവിച്ചിട്ട് ഈശോയ്ക്ക് വേണ്ടി ആ ഒരു സ്പിരിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ, പരിശുദ്ധാത്മാവ് നമ്മുടെ ആ ഒരു കനൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അടങ്ങിയിരിക്കാൻ പറ്റില്ല. നമ്മള് ഹൈപ്പർ ആയിട്ടുള്ള പിള്ളേരെയൊക്കെ കണ്ടിട്ടുണ്ടല്ലോ, അതുപോലെ നമ്മുടെ ഈ കാലിന്റെ തള്ളവിരലിൽ ചാടി നടക്കുന്ന പോലെ നമ്മൾ ചാടി നടക്കും, ഓടി നടക്കും. നമുക്ക് പറ്റത്തില്ല, അടങ്ങിയിരിക്കാൻ പറ്റത്തില്ല. അത് അനുഗ്രഹമായിട്ട് മാറും പലർക്കും, കുടുംബത്തിനും ജീവിത പങ്കാളിക്കും മക്കൾക്കും ഒക്കെ. അന്നേരം മിഷന് വേണ്ടിയൊക്കെ പ്രത്യേകം പ്രാർത്ഥിക്കണം. അതുപോലെ തന്നെ നിങ്ങളോട് ഞാൻ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നത്, ഞങ്ങളുടെ മിഷനിൽ ഞങ്ങൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്ന ഒരു മിഷൻ ഡയസിസ് ആണ്. സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും അതിനെ ഞങ്ങൾ ഒട്ടും ഗവനിക്കുന്നില്ല. ഞങ്ങൾക്ക് തീഷ്ണതയുള്ള അച്ഛന്മാരെ വേണം. അപ്പോൾ നിങ്ങളുടെയൊക്കെ കുടുംബങ്ങളിൽ നല്ല മക്കളൊക്കെ ഉണ്ടെങ്കിൽ, വൈദികരാകാൻ പറ്റുന്ന പിള്ളേരൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പ്രൊമോട്ട് ചെയ്യണം കേട്ടോ. അച്ഛനെ ഒന്ന് വിളിച്ചാൽ മതി. അച്ഛനെ എങ്ങനെയാണ് എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഞാൻ അവിടെ എത്തിക്കണം. 10ാം ക്ലാസ് കഴിഞ്ഞതോ 12ാം ക്ലാസ് കഴിഞ്ഞതോ ഡിഗ്രി കഴിഞ്ഞതോ ആണെങ്കിൽ ഞങ്ങൾ ഏറ്റവും വിഷമം എനിക്കിവിടെ എൻ്റെ കൂടെ ഒരു അച്ഛനും കൂടി ഉണ്ടെങ്കിലുണ്ടല്ലോ, ഞാനിപ്പോൾ 5 വില്ലേജ് കയറുന്നുണ്ടെങ്കിൽ ഒരു 15 വില്ലേജിലേക്ക് കയറാൻ പറ്റും. ഞാനത് അത്രയും വിഷമത്തോടു കൂടിയാണ് നിങ്ങളോട് പറയുന്നത്. കാരണം അത്രയും വേദന ഞാൻ അനുഭവിക്കുന്നുണ്ട്. ഒരാളെയും കൂടെ എനിക്ക് കൂടെ കിട്ടിയിരുന്നെങ്കിൽ, അത്രയും തീഷ്ണതയുള്ള മക്കളെ ആരെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ ആ മിഷനിലേക്ക് നമുക്ക് ഇടിച്ചു കയറാൻ പറ്റുക. ഒരുപാട് പേര് ദൈവത്തെ അറിയും. അന്നേരം അങ്ങനെയുള്ള നല്ല മക്കളൊക്കെ ഉണ്ടെങ്കിൽ ദൈവവിളി നിങ്ങൾ പ്രോത്സാഹിപ്പിക്കണം, പ്രാർത്ഥിക്കണം. മിഷന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്ന കുട്ടി നല്ല ദൈവവിളികൾ, അതായത് മിഷൻ ചൈതന്യത്തോടു കൂടെ ഈശോയ്ക്ക് വേണ്ടി സഹനങ്ങൾ ഏറ്റെടുത്ത് ജീവിക്കാൻ തയ്യാറായിട്ടുള്ള മക്കളെ സഭയ്ക്ക് ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങൾ തീർച്ചയായിട്ടും പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. സാമ്പത്തികമായിട്ടുള്ളത് ഒരു പക്ഷേ ദൈവം തരേണ്ട സമയത്ത് തരുമായിരിക്കും. പക്ഷേ ദൈവവിളി ഇന്നത്തെ കാലത്ത് വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതിനുവേണ്ടി നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിൽ നിങ്ങളുടെ കുടുംബത്തിൽ ഞാൻ പല പിള്ളേരെയും കോണ്ടാക്ട് ചെയ്യുമ്പോൾ പിള്ളേർ റെഡി ആണെങ്കിലും മാതാപിതാക്കൾ വില്ലിങ് അല്ല. അന്നേരം അതിനുള്ള ഒരു ധൈര്യവും അതിനുള്ള കൃപയും മാതാപിതാക്കളിൽ ലഭിക്കാൻ കൂടെ നിങ്ങൾ പ്രാർത്ഥിക്കണം. അങ്ങനെ ഒരുപാട് ദൈവവിളികൾ കൊണ്ട് നമ്മുടെ സഭ വളരട്ടെ, നമ്മുടെ സമൂഹം വളരട്ടെ, ക്രൈസ്തവ സമൂഹം വളരട്ടെ എന്ന് നമ്മൾ തീഷ്ണമായിട്ട് ആഗ്രഹിക്കണം. എന്നെ കേട്ട നിങ്ങൾക്ക് ഒരുപാട് നന്ദി. അതുപോലെ തന്നെ ടോമിച്ചായൻ പറഞ്ഞ പോലെ അവിടെ മിസിയോ ഭവനിൽ ലൈറ്റ് ഹൗസിൽ
മിസ്സിയോ ഭവനിൽ നിങ്ങൾ ചെന്ന് ഇരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്നവരൊക്കെ പ്രാർത്ഥിക്കണം. ആർക്കെങ്കിലുമൊക്കെ ആ ഒരു കൃപ കിട്ടുവാണെങ്കിൽ, മിഷനിലേക്ക് വരാനൊക്കെ ഉള്ള ഒരു വലിയ കൃപ കിട്ടുവാണെങ്കിൽ പ്ലീസ് ഡു കം. ഇവിടെ ഒരുപാട് സൗകര്യങ്ങളൊന്നുമില്ല. ഉള്ള സൗകര്യത്തിലൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഞങ്ങൾ നിങ്ങളെ അക്കോമഡേറ്റ് ചെയ്യാൻ റെഡിയാണ്. പ്ലീസ് കം. ഇത് നിങ്ങളുടെയും കൂടെ മിഷനാണ്. ഇത് നിങ്ങളുടെയും കൂടെ മിഷൻ, എൻ്റെ അല്ല, നിങ്ങളുടെയും കൂടെ മിഷനാണ്. പ്ലീസ് ഡു കം. അതുകൊണ്ട് തന്നെ ദൈവം ചേർത്തേക്കുന്നതായിരിക്കും എന്നെ നിങ്ങളുടെ കൂടെ. അപ്പോൾ കേട്ടതിന് ഒരുപാട് നന്ദി. പ്രാർത്ഥനയിൽ ഓർക്കണം, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഞാനും മിസ്സിയോ കുടുംബത്തിൻ്റെ ഭാഗമാണ്. എൻ്റെ റൂമും എൻ്റെ സൗകര്യങ്ങളും ഒക്കെ അവിടെ ഉണ്ടെങ്കിലും എനിക്ക് എപ്പോഴും എത്തിച്ചേരാം. ഞാനിപ്പോൾ ഇച്ചിരിയും കൂടെ ടൈറ്റായി, ഒരുപാട് ടൈറ്റായി. നേരത്തേനേക്കാൾ ഉപരിയായിട്ട് എനിക്ക് ഒന്ന് ഫ്രീ ആകാൻ പറ്റാവുന്നതിനേക്കാൾ ഉപരി ഞാൻ ടൈറ്റായി. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് എൻ്റെ ഒരു ഡ്യൂട്ടി നിങ്ങളെ ഏൽപ്പിച്ചത്. വൊക്കേഷൻ പ്രൊമോഷൻ, ദൈവവിളി പ്രോത്സാഹിപ്പിക്കുക എന്നുള്ള ഒരു ദൗത്യം കൂടി നിങ്ങളെ ഏൽപ്പിക്കുകയാണ് മിഷന് വേണ്ടിയിട്ട്. മിഷനെ ആഗ്രഹിക്കുക, പ്രാർത്ഥിക്കുക. ആർക്കെങ്കിലും മിഷന് വരണമെന്ന് തോന്നുന്ന ആ നിമിഷം എന്നെ ഒന്ന് ഇൻഫോം ചെയ്യുക. ഞാൻ നിങ്ങളെ ഡയറക്റ്റ് ചെയ്യാം. അല്ലെങ്കിൽ മിസ്സിയോ ഭവനിൽ അറിയിക്കാം. മിസ്സിയോ ഭവനിൽ നിന്ന് എന്നെ അറിയിച്ചോളും. നമ്മൾ അതിനനുസരിച്ച് കാര്യങ്ങളായിരിക്കും. ഞാൻ നിങ്ങൾക്ക് ഈശോയുടെ ആശീർവാദം തരാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും ഈ കൂട്ടായ്മയോടും ഈ കൂട്ടായ്മയിലുള്ള എല്ലാവരോടും അവരുടെ കുടുംബത്തോടും കുടുംബത്തിന്റെ നിയോഗങ്ങളോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്കല്ല, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. താങ്ക് യു അച്ഛ. നല്ല ഒരു മെസ്സേജ്. യുവർ ലൈഫ് എക്സ്പീരിയൻസസ്, താങ്ക് യു ഫോർ ഷെയറിങ് യുവർ ലൈഫ് എക്സ്പീരിയൻസസ് ദെയർ ആസ് എ മിഷൻ. അതേപോലെ ഞങ്ങൾ പേരൻസിനൊക്കെ വൊക്കേഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അത് കാര്യങ്ങളും മക്കളെയൊക്കെ ആ ഒരു രീതിയിൽ ആണെങ്കിലും അവർക്ക് ഒരു ഓപ്പണിംഗ് ടു ഒരു ഓപ്പൺ മൈൻഡ് കൊടുക്കാനായിട്ടും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യണം അച്ഛ. താങ്ക് യു സോ മച്ച്. വി വിൽ ഷുവർലി teach that to our children. Thank you for this blessing also and giving us a good message. നമ്മൾ ഈ ഒരു ആഴ്ചയിലേക്ക് നല്ല ഒരു പരിശുദ്ധാത്മാവിൽ എല്ലാവരും നമ്മൾ ജ്വലിച്ച് നമ്മൾ നല്ല പ്രാർത്ഥനയിൽ നല്ല കുമ്പസാരത്തിലൂടെ നമ്മൾ ഈ ഒരാഴ്ച മൊത്തം നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോകാം. നമ്മുടെ ജീവിതം തന്നെ അങ്ങനെയാക്കി മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് നമ്മൾ എല്ലാവരും അതിന് ഒരുങ്ങാം. With this, our meeting is over. Thank you. കൺക്ലൂഡിങ് ഗാനമൊക്കെ അങ്ങ് പാടിക്കോ, നീ കാത്തിരിക്കണ്ടാനും പറയാനായിട്ട്. നമ്മുടെ കൺക്ലൂഡിങ് ധ്യാനത്തിനായിട്ട് മിസ്റ്റർ ജിജിനെ ക്ഷണിക്കുന്നു. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എന്നേശുപരാ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എന്നേശുപരാ. എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്ന നിൻ സ്നേഹത്തിനും, എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്ന നിൻ സ്നേഹത്തിനും നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എന്നേശുപരാ.